വ്യക്തിയാണ്. ഈ ആഗ്രഹത്തിനൊപ്പം സഞ്ചരിക്കാൻ ഫിജിക്ക.com നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ ലീഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ട്. അപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് നടത്താൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യം നമ്മൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഫിജിക്ക.com ഇല്ല. കുറച്ച് പ്രോഡക്റ്റുകൾ, അത് വീട്ടിലേക്ക് ആവശ്യമുള്ളതോ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നോ ഇനി വേറെ ആൾക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഫിജിക്ക.com ഉണ്ട്. വെറും 4 പ്രോഡക്റ്റും 5 പ്രോഡക്റ്റും വെച്ച് കോടികൾ വരുമാനം വാങ്ങുന്ന കമ്പനികളിലുള്ള ഇന്ത്യയിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യണേ. അവിടെയാണ് ഒത്തിരി പ്രൊഡക്റ്റുകളുള്ള ഫിജിക്ക.com നൂറുകണക്കിന് പ്രൊഡക്റ്റുകൾ ബണ്ടിലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒത്തിരി പ്രൊഡക്റ്റുകളുടെ ബാച്ച് പ്രൊഡക്റ്റുകളും കോംബോ പ്രൊഡക്റ്റുകളും എല്ലാം നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യണേ. 4 or 5 പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയറിനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കറിയാവുന്ന വെൽനസ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് കോടികൾ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ എനിക്കറിയാം. എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വയനാട്ടുകാരനാണ് അദ്ദേഹം. ഞാൻ ഈ എന്താ പറയുക വയനാട് സെന്റ് മേരീസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ കോളേജ് എന്റെ സീനിയർ ആയിട്ടുള്ള വ്യക്തി ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ കമ്പനിയുടെ എല്ലാമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എനിക്ക് ആ വ്യക്തിയെ എന്താ പറയാ വർഷങ്ങൾക്ക് ശേഷം ഫിജിക്ക.com ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കിയത് പോലും. അതെനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ആ ഒരു മേഖലയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു റോൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കുക, 10 വർഷക്കാലം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മാറ്റി വെക്കപ്പെട്ടതായിട്ടുള്ള എമൗണ്ട് ഒന്നും വലിയ കാര്യമായിട്ടില്ല, അന്നുള്ള കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത അവസരം, അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ ഇന്ന് വരെ ചെയ്തിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള വരുമാനം തരാൻ വേണ്ടി മാത്രമുള്ള എന്നുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യത്തിലേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് 1,00,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് പുറത്തേക്ക് എന്താ പറയുക സാലറി കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രമേ അത്രയും സാലറി കിട്ടുള്ളൂ. നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി ഇന്റർവ്യൂ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അറിയാം, ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം മുൻപ് എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ. ഞാൻ എന്റെ കമ്പനിയിലേക്ക് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം മുമ്പ് എന്താണ് ചെയ്തതെന്നാണ്. മുമ്പ് സെയിൽസ് ഫീൽഡുമായിട്ടോ മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ടോ അല്ലെങ്കിൽ ഒരു കോൾ കോർഡിനേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ പരിചയമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് പ്രയോറിറ്റി കൊടുക്കും, ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം അവർക്ക് ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അത്രയും ടൈം എനിക്ക് കുറയ്ക്കാം, അതിനനുസരിച്ച് എനിക്ക് വരുമാനം കൂടുതലായിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത്തരം ഇന്റർവ്യൂകൾ നടത്തുന്നത്. അപ്പം ഇവിടെ എന്താണ്, നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് സാലറി ഇത്ര രൂപ ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഇത്ര രൂപ വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, എനിക്കൊരു മാസം 10,000 രൂപ എക്സ്ട്രാ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപയ്ക്ക് വേണ്ട സ്കില്ല് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ആർജിച്ചെടുക്കണം. സ്കില്ലാണത്, നമ്മുടെ ടാലന്റ് അല്ല ഞാൻ പറയുന്നത്. സ്കിൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സ്കിൽ എന്ന വാക്കിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങളൊരു ചിത്രകാരനാണ് അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, അതേപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര പഠിപ്പിച്ചു കഴിഞ്ഞാലും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഓരോരോ പോയിന്റ് വരച്ച് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന അതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഞാൻ ചിത്രകാരനല്ല. ടാലന്റ് ആണ്, ഇൻബോൺ ആണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ കാര്യം. അപ്പം അത്തരം കാര്യങ്ങളല്ല. നിങ്ങളൊരു സംഗീതം ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പാടാൻ എത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് പറ്റണമെന്നില്ല. നിങ്ങൾ പാട്ടുകാരനോ പാട്ടുകാരിയോ ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇത് നൈസർഗികമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കഴിവാണ് ടാലന്റ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ആവശ്യം ഫിജിക്ക.com ഇല്ല. നിങ്ങളുടെ മനസ്സിൽ ആദ്യം നിങ്ങൾ കുറിച്ച് വെക്കേണ്ട കാര്യം, ഞാനെന്ന വ്യക്തി മാറാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഫിജിക്ക.com പഠിച്ചെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സെയിൽസ് ഫീൽഡിലുള്ള ഓരോ വ്യക്തികളുടെ അടുത്തും പറയുന്നത്, ഞാനെന്ന വ്യക്തി മാറിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർത്താം. ഫിജിക്ക.comന് മുമ്പ് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗിൽ സെയിൽസ് ഫീൽഡിൽ വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി, സുൽത്താൻ ബത്തേരി എന്ന സ്ഥലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ആ സ്ഥലത്ത് നിന്ന് എനിക്ക് സംസാരിക്കാനോ മറ്റുള്ളവരോട് ഇടപഴകാനോ ആളുകളോട് സംസാരിച്ച് മുൻപോട്ട് പോകാനൊന്നും കഴിവുള്ള ആളായിരുന്നില്ല. പക്ഷെ കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തു, കുറച്ച് ഫീൽഡ് വർക്ക് ചെയ്ത് എൻ്റെ മുമ്പിൽ നിന്ന ആള് കാണിച്ചു തന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു ഐഡിയ കിട്ടി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കുറച്ച് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയം ആദ്യം ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് കൃത്യമായിട്ട് വാക്കുകൾ തന്നെ വരുന്നില്ല. എന്റെ കാർഡ് എടുത്ത് ഞാൻ മുമ്പിലേക്ക് കൊടുത്തു, ഞാൻ ഇന്ന കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല.
നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇന്നിപ്പോ സംസാരിക്കാൻ ഞാൻ എന്ന വ്യക്തി അനുഭവിച്ച ആദ്യത്തെ പ്രശ്നം, ആളുകളോട് ഇടപെടാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ഷോപ്പിൽ പോയി സംസാരിക്കാൻ പറ്റാതെ ജസ്റ്റ് കാർഡ് എടുത്ത് കൊടുത്തു, പേര് മാത്രം പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, പിന്നെ പറയാൻ പറ്റുന്നില്ല. പിന്നെ അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ വന്നതെന്ന് ചോദിച്ച സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സെയിൽസ് ഫീൽഡിൽ സംസാരിച്ചു തുടങ്ങി. എന്തിനാ വന്നത്, എങ്ങനെയാണ്, ആദ്യമായിട്ടാണ് വരുന്നതൊക്കെ അവര് നമ്മളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ കസ്റ്റമർ എന്നോട് പെരുമാറിയത്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റെഡി ആയിക്കോളും, നിങ്ങൾ കുറച്ച് എക്സ്പെൻസ് ആകുമ്പോൾ റെഡി ആയിക്കോളും എന്നുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് അന്ന് ഞാൻ അനുഭവിച്ച ഒരു എന്താ പറയാ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള സെയിൽസ് പേഴ്സൺ ആയിട്ട് മാറി. എവിടെന്നാ ഞാൻ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട 50,000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ ഒരു മാസം ഒരു 4 5 ഒക്കെ വിൽക്കാൻ കപ്പാസിറ്റി ഉള്ള രീതിയിലേക്ക് ഒരു വ്യക്തി മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. ഇപ്പൊ എന്റെ ഫീൽഡിൽ, ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിൽ ഒരു മാസം 10 മുകളിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ് ഒക്കെ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഓർഡർ എടുത്തിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ, ഞാൻ എന്ന വ്യക്തി തുടക്കത്തിലുണ്ടായിരുന്ന എന്താ പറയാ 2005 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഞാൻ എന്ന ആളിൽ നിന്ന് ഒന്ന് മാറാൻ തയ്യാറായി. അപ്പൊ ആർജിച്ചെടുത്ത കുറച്ച് സ്കില്ലുകളുടെ മൊത്തമാണ് ഇന്നത്തെ ആകെ തുകയാണ് ഇന്നത്തെ ഞാൻ എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടാൻ കഴിവില്ലാത്ത എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മാറും. കാരണം എന്റെ ഉള്ളിലുള്ള ഫീലാണ് ഞാൻ പറയണേ. എനിക്കിത് സംസാരിക്കാൻ അറിയില്ല, എന്നാലും ആളോട് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യമുള്ള ഒത്തിരി ആളുകൾ സ്ക്രീനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മാറേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളൊന്ന് സംസാരിക്കാൻ തയ്യാറാവും. നിങ്ങളുടെ ടീം മീറ്റിങ്ങുകളിൽ ഒരു പക്ഷേ നിങ്ങൾ ലീഡേഴ്സ് വിളിക്കുന്ന, നിങ്ങളുടെ ടീം ലീഡേഴ്സ്, സെയിൽസ് മാനേജറോ സെയിൽസ് എക്സിക്യൂട്ടീവോ ഒക്കെ വിളിക്കുന്ന മീറ്റിങ്ങുകൾ എന്താ, അപ്പൊ അതിൽ കയറിയിരിക്കാൻ ഗ്രൂപ്പുകളിൽ ചർച്ചകളും കാര്യങ്ങളും. മേഡം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, അല്ല ഞാനൊന്നും പറയില്ല, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്ന ആളാണ്. കാരണം ഈ ഗ്രൂപ്പിലിരിക്കുന്ന പല ആൾക്കും പല ലൊക്കേഷൻ ആയിരിക്കും. കേരളത്തിലായിരിക്കും, ചില ആളുകൾ തമിഴ്നാട്ടിലായിരിക്കും, ചില ആളുകൾ ഇന്ത്യക്ക് പുറത്തുനിന്നുകൊണ്ടായിരിക്കാം ഇത്തരം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ മീറ്റിംഗ് സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടീമിൽ നടക്കുന്ന മീറ്റിംഗിൽ ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മാറി നിൽക്കരുത്, നിങ്ങളൊന്ന് സംസാരിക്കാൻ തുടങ്ങുക. അന്ന് തൊട്ട് നിങ്ങളുടെ സ്കില്ല് രൂപപ്പെട്ടു വരും. നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ ഫീഡ്ബാക്ക് സംസാരിക്കാൻ കിട്ടുവാണെങ്കിൽ ഫീഡ്ബാക്ക് സംസാരിക്കണം. കാരണം ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ആളെ ഇന്നോളം ലീഡർ ആയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി എവിടെ നിന്നാണ് കഴിവുണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹം ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട് പഞ്ചായത്തിലെത്തി ആ പഞ്ചായത്തിൽ മെമ്പറായിട്ട് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്ന പല കാര്യങ്ങളും, പ്രസംഗിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ എന്താ പറയാ കൈ വിറയ്ക്കുന്നതും തൊണ്ടയിടുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ഒരു ഇടർച്ചയില്ലാതെ വളരെ ആർജവത്തോടുകൂടി ആ കാര്യത്തെക്കുറിച്ച് അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാ? അദ്ദേഹം പല പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തു, പല സെഷൻസ് എടുത്തു തുടങ്ങിയ സമയത്ത് ആ സ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലേക്ക് കയറുന്നു. ഈ സ്ക്രീനിലിരിക്കുന്ന കുറെ സ്ത്രീജനങ്ങളുണ്ട്, ലേഡീസ് ഉണ്ട്. അപ്പൊ അവരുടെ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം പല ആളുകൾക്കും, നിങ്ങൾ അറിയുന്ന പല വ്യക്തികൾക്കും ഒരു വിവാഹത്തിന് ശേഷം ഭർത്താവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിട്ടുള്ള ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി, സ്കൂളിൽ പോകാനും മറ്റു കാര്യങ്ങളും കടയിൽ പോകാനും ഒക്കെ നിങ്ങൾ ഇറങ്ങേണ്ട സാഹചര്യം വരും. ഇന്നോളം പുറത്തിറങ്ങാത്ത വ്യക്തിയായിരിക്കും, പക്ഷെ അദ്ദേഹം പോയതിനു ശേഷം നിങ്ങളത് ചെയ്യാൻ നിർബന്ധിതരായ സമയത്ത് ആദ്യമായിട്ട് ഷോപ്പിൽ പോയതുപോലെയല്ല ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ പോവുക. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയതുപോലെയല്ല നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ സ്കൂളിലേക്ക് പോവുക. കാരണം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആയി തുടങ്ങും. ഇപ്പൊ പല ആളുകൾക്കും ചില വ്യക്തികൾ, ഇപ്പൊ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും, വിവാഹം കഴിഞ്ഞു, അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞു പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള ലേഡീസ് ആയിട്ടുള്ള ആളുകൾ ഒരു പർട്ടിക്കുലർ സമയം കഴിയുന്ന സമയത്ത് വളരെയധികം എന്താ പറയാ ആർജവത്തോട് കാര്യങ്ങൾ സംസാരിക്കും, അവർ കാര്യങ്ങൾ ഗൈഡ് ചെയ്യും. ഏത് കാര്യത്തിലാണെങ്കിലും ശരി മുമ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവർ ഭർത്താവിന്റെ തളലിൽ നിന്നൊന്ന് പുറത്തു കിടന്നു കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യം വന്ന സമയത്ത് അവർ മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ലീഡർ എന്ന രീതിയിൽ ഒരു വ്യക്തി മാറുക. അപ്പം ആളുകൾ മരിച്ചു പോകണമെന്നല്ല ഞാൻ പറയണത്, നിങ്ങളെന്ന വ്യക്തി സ്വയം മുൻപോട്ട് കടന്നു വരാൻ തയ്യാറാവുക. അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുക. ഒരു 8ാം ക്ലാസ്സുകാരി Fujicard.com നാഷണൽ സെയിൽസ് മാനേജറായ കമ്പനിയാണ്. ഇവിടെ എന്തുകൊണ്ട് മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല? ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എബോവ് റാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ റൺ ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്, ഇതിൽ ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നിങ്ങളെ വ്യക്തി ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, Fujicard.com വേണ്ടിയിട്ടൊന്ന് മാറാൻ തയ്യാറാവും. എങ്ങനെ മാറണം? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ബിസിനസ് ആണ് നമ്മൾ ഫീൽ ചെയ്യണം.
ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു നാട്ടുമ്പുറത്ത് ഒരു വ്യക്തിയോട് ഈ ബിസിനസ് സംസാരിക്കാൻ ചെല്ലുവാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തണം. നിങ്ങൾ ഈ ബിസിനസ്സിനെ എങ്ങനെ പരിചയപ്പെടുത്തും? ഞാൻ ഒരു സാധാരണ ഒരു പ്രൊജക്ട് പോലെ ഫിജിക്കാർഡ്.com പറയാതെ നമുക്കൊരു വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ള ഒരു പ്രൊജക്ട് ആണ് ഫിജിക്കാർഡ്.com മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിജിക്കാർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്നിട്ടുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് പ്ലസ് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇ കൊമേഴ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇ കൊമേഴ്സ് എന്നുള്ള വാക്ക് ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള നിങ്ങളുടെ സാധാരണക്കാരിയായ ഫ്രണ്ട്സിന് അറിയുണ്ടാവില്ല ഇ കൊമേഴ്സ് എന്താണ്. ഞാനിപ്പം ഒരു പ്രൊജക്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത്രേ പറയാറുള്ളൂ. ഞാനൊരു ഇ കൊമേഴ്സ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിലിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 50% നിങ്ങളുടെ സെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുന്ന ആള് ഓക്കെയാണ്, നമുക്കത് ചെയ്യാമെന്നുള്ള ധാരണയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഒരുപാട് ആളുകളെ തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്താനുള്ള ആവേശത്തോട് ഈ ബിസിനസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായെന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 40-50 അടുത്ത ആളുകൾ ഈ ബിസിനസ് ആദ്യം ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ റിജക്ട് ചെയ്തതാണ്. ഈ 49-50 ആളുകൾ എന്നെ റിജക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായൊരു ഫീൽ ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മാർക്കറ്റിംഗ് മേഖലയെ പേഴ്സണലി എനിക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഞാൻ ചിന്തിച്ചൊരു കാര്യമുള്ളൂ, എന്നേക്കാൾ കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ എന്നേക്കാൾ അറിവില്ലാത്ത, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ബിസിനസ്സിൽ യാതൊരുവിധ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ എന്റെ മുമ്പിൽ ഈ ബിസിനസ്സിലൂടെ 40-50 ലക്ഷമൊക്കെ വാങ്ങിച്ച കഥ പറഞ്ഞു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ആദ്യത്തെ ദിവസം എനിക്ക് ഉണ്ടായ ഫീൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ച പല ആളുകളെയും തുടക്കത്തിൽ തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ, ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഫിജിക്കാർഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല, ഞാനത് പറയാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ ഫിജിക്കാർഡ് തുടങ്ങിയിട്ടുണ്ട്. ഫിജിക്കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-20,000 മുടക്കിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം, ഒരു 2-3 നാളെ നമ്മളൊന്ന് ഈ ബിസിനസ്സിലേക്ക് ചേർക്കണം. ഞാൻ പറയുന്ന സമയത്ത് ഒരു 25,000 രൂപയും 2 ആളും റെഡിയാക്കി വെച്ചാൽ മതി, ബാക്കി നമുക്ക് സെറ്റ് ആക്കും എന്ന് പറയുന്ന സമയത്ത് എന്റെ ഫോൺ കോൾ പല ആളുകളും എടുത്തിട്ടില്ല പിന്നീട്. കാരണം 25,000 ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. 25,000 എന്നുള്ള 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കണം, 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് എടുക്കണം. അത് എടുത്താൽ മാത്രമേ ഫിജിക്കാർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലൈമാക്സിൽ പറയേണ്ട കാര്യം ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു. ഒരു സിനിമ കാണാനുള്ള ഒരു ആവേശം എവിടെയാ? നമുക്ക് ക്ലൈമാക്സിന്റെ കഥ അറിയാം, ഇതാണ് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കാണാനുള്ള ആവേശം നമുക്ക് നഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഫിജിക്കാർഡിന്റെ ഏറ്റവും അവസാനത്തിൽ പറയേണ്ട കാര്യം. ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിജിക്കാർഡ്.com ബിസിനസ് സാധ്യമല്ല. നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടോ റിലേറ്റീവോ ഓക്കെ നിങ്ങൾ ചെയ്യുന്നുള്ള കാരണം കൊണ്ട് ഓക്കെ ഞാനത് ചെയ്യാം, 25,000 25 പോയിന്റാണ്, 50 പോയിന്റാണ്, 100 പോയിന്റ് ഞാൻ എടുക്കാന്ന് പറയുന്ന ആളുകൾ അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ബിസിനസ്സിനായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല ആളുകളും ഈ ബിസിനസ് ചെയ്യാതെ പോകുന്നതിന് കാരണം നിങ്ങൾ ഏറ്റവും അവസാനം പറയേണ്ട കാര്യം ആദ്യം പറയാം. അപ്പൊ ഒരു ഓർഡറിൽ നമ്മൾ ഈ ബിസിനസ് സംസാരിക്കുക. നിങ്ങൾ ഏതൊരു സെയിൽസ് പേഴ്സണെ അടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് ചോദിച്ചിട്ടല്ലേ അവർ പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിസ്പ്ലേ ഇടുള്ളൂ. നിങ്ങളൊരു റെഡിമെയ്ഡ് ഷോപ്പിലേക്കാണ് പോകുന്നത്, നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ആവശ്യം എന്താ, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ റിസീവിംഗ് ഗേൾസ് അവിടെ ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് നിങ്ങൾ കയറി ചെല്ലുന്നത് തന്നെ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ഏത് ഫ്ലോറിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഉള്ളത്, ആ സർവീസ് കിട്ടുന്നത് എന്ത് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ തന്നെ ഓക്കെ ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫ്ലോറിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇന്നതാണ് എനിക്ക് ആവശ്യമുള്ളത്. ഒരു സാരി എടുക്കാനാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ചുരിദാർ എടുക്കാൻ, ടോപ്പ് എടുക്കാനാണ്, അതല്ലെങ്കിൽ എന്താണോ ഇപ്പോഴത്തെ പല പേരുകളിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് എടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന സമയത്ത് അവർ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇതല്ലാതെ നിങ്ങളെ കൈപിടിച്ച് ചെല്ലുന്ന പാടെ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവരെവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകും? ഒരു സ്ഥലത്തില്ല. കാരണം അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആ ബിസിനസിന്റെ രീതി അതാണ്. അതേപോലെ തന്നെ ഫിജിക്കാർഡ്.comനും നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട്. എവിടേക്കാണ് നിങ്ങൾ അവരെ എത്തിക്കേണ്ടത്, അവർ ഏത് ആവശ്യത്തിലേക്കാണ് നിങ്ങൾ ഫിജിക്കാർഡ്.com കണക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ടിന് എന്താണ് ആവശ്യം, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വീടില്ലാത്ത സാഹചര്യം ആയിരിക്കാം. അപ്പൊ നേരെ പോയിട്ട് ഫിജിക്കാർഡ്.com അല്ല പറയേണ്ടത്, ഈ വീട് വെക്കാൻ ആഗ്രഹിക്കില്ല, കുറെ വർഷങ്ങളായിട്ട് വീടില്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങേണ്ടത് ഫിജിക്കാർഡ്.com കഥ പറയുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. കുറെ കാലങ്ങളായിട്ടും ജോലിയൊക്കെ ചെയ്യുന്നില്ലേ, അപ്പം എന്റെ കുറെ കാലത്തുള്ള ആഗ്രഹമല്ലേ വീടൊക്കെ ഉണ്ടാക്കണമെന്ന്. അതിന് ഇപ്പോഴെന്തെങ്കിലും വഴിയുണ്ടോ? ലോൺ എടുത്തോ മറ്റു കാര്യങ്ങൾ ചെയ്തോ എങ്ങനെയെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ചോദിക്കുക. ലോൺ എടുത്താൽ ഞാനത് എന്താ പറയാ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ലോൺ എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും സാധനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കിട്ടുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം നിനക്ക് വീട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരം എന്റെ കയ്യിലുണ്ട്.
നിങ്ങൾ നോക്കേണ്ടത്രേ ഉള്ളൂ. ഒരു വ്യക്തിയെ ഈ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് ഏതാണോ ആവശ്യം ആ ആവശ്യം ഫിജിക്ക.കോമിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് വീടുണ്ടാക്കാൻ പറ്റിയൊരു അവസരം എന്റെ കയ്യിലുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഒരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന് എന്താ പറയാ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്റെ കയ്യിലുണ്ട്. ആ അവസരം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അവിടെ ഫിജിക്ക.കോം കേൾക്കാൻ അതെന്താണ് അവസരം എന്ന് കേൾക്കാൻ അവർ തയ്യാറാവും. നിങ്ങൾ അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കേണ്ടല്ല. വെറുതെ പോയിട്ട് നിനക്ക് വീടുണ്ടാക്കാന്നല്ല. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരെ കണ്ണിൽ നോക്കി പറയാം, നിനക്കൊരു വീടുണ്ടാക്കാൻ പറ്റിയ ഒരു അവസരം എന്റെ കയ്യിലുണ്ട്. നിന്റെ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ബുദ്ധിമുട്ടുന്ന ഒരു പിതാവോ ഒരു മാതാവോ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും. അപ്പം കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അവർക്കൊരു ആശ്വാസമാകാൻ വേണ്ടി കുറച്ച് കാലം സംസാരിച്ച ശേഷം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദ്യത്രേ ഉള്ളൂ. നിങ്ങൾ പർട്ടിക്കുലർ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിന് ഒരു മാറ്റം വരുത്താൻ, ആ പ്രശ്നത്തെ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും ആഗ്രഹമില്ല എന്റെ മോളെ കല്യാണം കഴിച്ചു വിടണം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, എനിക്കൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരു ചെറുതെങ്കിലും ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത്, കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വളരെ ലോങ്ങില്, വയനാട്ടിൽ നിന്ന് എന്റെ വൈഫിന്റെ വീട് മൂന്നാറാണ്, ഓണം വരെയൊക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനെ എന്താ പറയാ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ ഒരു വണ്ടി എടുത്താലോ. ഈ ആഗ്രഹത്തെ ഞാൻ ഫിജിക്ക.കോമായിട്ടല്ല അതിന് മുമ്പുള്ള ബിസിനസ്സായിട്ട് കണക്ട് ചെയ്തു. എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് റിട്ടേൺ എത്ര രൂപ അടയ്ക്കേണ്ടി വരും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. അത് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 അതിൽ നിന്ന് കുറച്ച് വർഷം ശേഷം ആ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വന്ന സമയത്താണ് ഞാൻ വേറൊരു വാഹനം എടുക്കുന്നത്. ഇയോൺ എന്ന് പറഞ്ഞൊരു വാഹനം എടുത്തു. 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരെയുള്ള ഒരു വാഹനം എടുത്തു. ആ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഞാൻ ഫിജിക്ക.കോം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, എന്റെ കൂട്ടത്തിലുള്ള പല ആളുകൾ, കമ്പനിയിൽ പല റാങ്കുകൾ വർക്ക് ചെയ്യുന്ന ആളുകളും SUV വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വണ്ടി ഫിജിക്ക.കോമിലൂടെ എടുക്കാം, എനിക്ക് പറ്റണം. അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഈ ബിസിനസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയം തൊട്ട് എന്റെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ വന്നു. ഫിജിക്ക.കോമിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എന്താ പറയാ ഒരു പ്രീമിയം വാഹനം എന്ന നിലയിൽ സ്കോഡ കുഷാക്ക് എന്നൊരു വാഹനത്തിന് ഓണർ ആവാൻ എനിക്ക് മാറാൻ പറ്റി. ഒരു 3 ലക്ഷം ഒരു 14 ലക്ഷം രൂപയിലേക്കുള്ള യാത്ര ചെറുതായിരുന്നില്ല. അതിനുവേണ്ടി ഞാൻ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ 7 AMസും 6:30 ആണെങ്കിലും 7 AM ആണെങ്കിലും ശരി, വൈകിട്ട് നടക്കുന്ന BOP ആണെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി. രാത്രിയിൽ ഏത് മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ ശരി, ഒരു 11 മണിക്ക് മീറ്റിംഗ് വിളിച്ചാൽ പോലും ഓക്കെ ഞാൻ അതിനകത്ത് ഉണ്ടാവും. കാരണം നമുക്ക് ഈ ബിസിനസ് ചെയ്യണം, ഒരു പാഷനേറ്റ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കിടന്നത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കുറെ കാര്യം ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി ഈ ബിസിനസ്സിന് വേണ്ടി ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന ആളെടുത്ത് അവരെ ആവശ്യം ഫിജിക്ക.കോമിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇന്നതാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിചയമുള്ള പല ആളുകളെയും നിങ്ങൾ കാണുന്ന സമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഫിജിക്ക.കോം എങ്ങനെ പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി പറയുക എന്നുള്ളതാണ്. അപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു മാസം 10,000 രൂപ സാലറി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു 10,000 രൂപ എക്സ്ട്രാ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 5,000 രൂപയ്ക്ക് ഒരു മാസം കിട്ടിയാൽ നല്ലതാണ്. 5,000 രൂപയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തിന് നിലവിലുള്ള ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പറയാൻ പോണേ. അപ്പം അവരോട് ചോദിക്കുക, നിനക്കിപ്പം 10 രൂപ കിട്ടിയോണ്ട് നീ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, എനിക്ക് 10 രൂപ കാര്യങ്ങളൊക്കെ വെറുതെ എന്താ പറയാ അങ്ങ് കഴിഞ്ഞു കൂടുന്നതല്ലാണ്ട് ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. ഒരു 10,000 രൂപയ്ക്ക് എന്ത് സംഭവിക്കും? 1 കിലോ മീൻ വാങ്ങാൻ പോലും ഇന്ന് 300-400 രൂപയ്ക്ക് മുടക്കണം. അപ്പൊ ആഗ്രഹം ഉണ്ടായിട്ട് പോലും മീനൊന്നും വാങ്ങാതെ എന്താ പറയാ ജീവിച്ചു പോകുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെത്തട്ടിലേക്ക് ഒന്ന് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കിട്ടിയ ജോലിയോ കാര്യങ്ങളോ അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ട് മാത്രം എവിടെയും എത്താതെ പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്, അവരിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ആഗ്രഹിക്കുന്ന ആളുകൾ വിട്ടുകളയാണെന്നല്ല ഞാൻ പറയണേ. ആഗ്രഹമുള്ള, ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആഗ്രഹമുള്ള ഒരാളെടുത്ത് നിങ്ങൾ ഫിജിക്ക.കോം എന്നുള്ള കോൺസെപ്റ്റ് തീർച്ചയായിട്ടും സംസാരിക്കണം. അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ടാവില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവില്ല. കാരണം ഈ സ്കീലിൽ ഇരിക്കുന്ന പല ആളുകളും ക്യാഷ് ഉണ്ടായിട്ട് വന്ന ആൾക്കാരല്ല. ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കണ സമയത്ത് ഇവിടെ നിന്നൊക്കെയോ കുറച്ച് കടം വാങ്ങിയിട്ടും എന്താ പറയാ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്തിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്ന 90% പോകും. 90% മുകളിൽ ഒരു 10% എക്സെപ്ഷൻ കേസ് ഉണ്ടാവും. ക്യാഷ് ഉള്ള ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം. ബാക്കിയുള്ള 90% ആൾക്കാരും ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്തൊക്കെയോ ചെയ്ത് ഈ ബിസിനസ് ഫണ്ട് അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നിങ്ങൾക്ക് മാറ്റം വരുത്തണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന, നിങ്ങളെ പോലെ ബുദ്ധിമുട്ടുള്ള, നിങ്ങൾക്കുള്ള പോലത്തുള്ള ആഗ്രഹങ്ങളുള്ള കുറച്ച് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തുക, അവരെ കണ്ടെത്തുക. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. എങ്ങനെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പേര് എഴുതി വെക്കുക അല്ല.
ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് എത്തണം. അതിന് ഷോർട്ട് ലിസ്റ്റ് എന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ ലിസ്റ്റ് ഒരു ആളുകളുടെ കൂട്ടം, കുറെ ആളുകളുടെ കൂട്ടം നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. അതിൽ 100 ആളുണ്ടെന്ന് വെക്കാം, ഉദാഹരണമാണ്. 100 പേര് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല അതിൽ കൂടുതൽ കോൺടാക്റ്റുകളുള്ള ആൾക്കാരാണ് സ്ക്രീനിലിരിക്കുന്ന ഓരോരുത്തരും. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്കും 2000 ആളുകളെ പേര് പറഞ്ഞറിയാന്നുള്ളതാണ്. പേര് പറഞ്ഞാൽ അവരുടെ മുഖം ഓർമ്മ വരും. അത്രയധികം നമ്മുടെ മെമ്മറി പവർ ഉള്ള 2000 ആളുകളെ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഈ സ്ക്രീനിലിരിക്കുന്ന 18 വയസ്സല്ല, 20 വയസ്സോ 30 വയസ്സോ 40 വയസ്സൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം 2000, 5000, 10000 ആളുകളൊക്കെ പേര് പറഞ്ഞാൽ മുഖം കണ്ടെത്താൻ പറ്റുന്നില്ല. അറിവുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഒരു സൂപ്പർ പവർ ഉള്ള കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ തലച്ചോറ്. നിങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ള അത്രയധികം ഡാറ്റാസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 4-5 ആളുകൾ ഈ ബിസിനസ് വേണ്ടി ചൂസ് ചെയ്യണം. പല ആളുകളും പറഞ്ഞു കേട്ടിട്ട് എനിക്കധികം കോണ്ടാക്ട് ഇല്ല. നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ, ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഇതിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന 2000-ഓളം ആളുകൾ നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാവും. നിങ്ങൾ അറിയുന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു 4-5 ആളുകളെ ഈ ബിസിനസ്സിൽ ചൂസ് ചെയ്യാം. ഒത്തിരി ആളുകളും വേണ്ട. എന്നെ സംബന്ധിച്ചോളം തുടക്കത്തിൽ ഞാൻ ഈ ബിസിനസ്സിൽ ഒത്തിരി ആളുകളെ എന്താ പറയുക, എന്റെ ആവേശം കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ബിസിനസ് വിജയിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോട് ഈ ബിസിനസ്സിലേക്ക് വേണ്ടി കണക്ട് ചെയ്ത ഒത്തിരി ആളുകളെ ഞാൻ കൊണ്ടുവന്നു. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ബിസിനസ് ഒത്തിരി ആളുകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊണ്ടുവന്നു വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു 4-5 ആളുകളെ ഈ ബിസിനസ് ഒന്ന് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. നിങ്ങൾ ആലോചിക്കുക, ഈ ബിസിനസ്സിലേക്ക് ഏകദേശം ഒരു 90-100 അടുത്ത ആളുകളെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിസിനസ്സിലേക്ക് പല SPകളായിട്ട് 100 SPന് 70-ന് മുകളിൽ സ്പോൺസർഷിപ്പ് എനിക്കുണ്ട്. 100 SP-യുടെ 70-ന് മുകളിൽ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത്രേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഒരു 10 പേരെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തണം. ഒരാളെ പരിചയപ്പെടുത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഞാൻ പറയുന്നത് ഇത്രയധികം ആളുകൾ വേണം. അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എന്റെ ഒരു ആവേശം കൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. 2-3 മാസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത്ര ആളുകളൊന്നും ആവശ്യമില്ല. ഞാൻ നോക്കുക, ഒരു BOP-യിലിരിക്കുന്ന ഒരു പകുതിയിലേറെ ആളുകൾ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരുള്ള സാഹചര്യം വന്ന സമയത്ത് പല ആളുകളും എന്റെ പേര് പറയുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് ഒരുപാട് ആളുകൾ എന്റെ പേരാണല്ലോ പറയണത്. കാരണം ഞാൻ കൊണ്ടുവന്ന ആളുകളാണ് അതിനകത്ത് കൂടുതൽ മീറ്റിംഗിൽ ഇരിക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി അതിൽ നിന്ന് കുറെ ആളുകൾ, തുടക്കത്തിൽ വന്ന ആളുകൾ ഇങ്ങനെ ചിതറി പോകുന്ന പോലെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട്, അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ പറ്റാത്തത് കൊണ്ട് വിട്ടുപോയി. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോളൂ, ഇത്രയധികം ആളുകളൊന്നും വേണമെന്ന് ആരും പറയുന്നില്ല. അപ്പൊ ഒരു 4-5 ആളുകളിലേക്ക് ഈ ബിസിനസ് ചോദിക്കാം. കൂടുതൽ ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഈ ബിസിനസ് നോക്കാൻ പറ്റുന്ന കുറച്ച് 4-5 ആളുകളെ നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെടുത്താം. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ആദ്യത്തെ ഒരു 100 പേരെ കോൺടാക്ട് ലിസ്റ്റ് നിങ്ങൾ എടുക്കുക, എഴുതി വെക്കുക. ആ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റിന്റെ ഫോർമാറ്റ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, അതൊന്ന് എടുക്കുക. അതിനകത്ത് വലിയ സ്വപ്നം, വലിയ ആഗ്രഹങ്ങളും ഫിനാൻഷ്യലി റിച്ച് ആവണം എന്നായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ വേണം നിങ്ങൾ ആദ്യം കണ്ടെത്താൻ. അവർക്ക് ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നല്ലത്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് നല്ല രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് കൈ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 6-7 സവിശേഷതകൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്ന പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ള ഒരു കാറ്റഗറി ആൾക്കാർ. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളെ എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവര് ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് കാര്യം പറഞ്ഞാലും ശരി, ഓക്കെ ഞാനത് നോക്കാം, നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആദ്യം ചാടി വരുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അവർ മറ്റു കാര്യങ്ങൾ നോക്കണ്ട. നിങ്ങളെന്ന വ്യക്തി വിളിച്ചു, നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത്, ആ വ്യക്തി വളരെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞ വ്യക്തിനെ പോയിട്ട് Fijika.comലേക്ക് വിളിക്കണ്ട, തുടക്കത്തിൽ വിളിക്കരുത്. കാരണം അവര് സംശയത്തിന്റെ ഒരു മുനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്ക് നെഗറ്റീവ് ക്യാരക്ടറാണ് ഉള്ളിൽ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, നമ്മളല്ലേ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ചാടി പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ബിസിനസ് ഒന്ന് കൊടുക്കുക. അവരെടുത്ത് പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വ്യത്യസ്തമായിട്ടൊരു ആശയം ഞാനിപ്പം പരിചയപ്പെട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഇന്ന ആള് പരിചയപ്പെടുത്തി തന്നതാണ്. അതിന്റെ ഒരു അവസരം കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് നിനക്കൂടെ ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ട്സിനോടൊക്കെ പറയേണ്ട രീതി കേട്ടോ, നീ ഇത് ചേരണമെന്നല്ല പറയണ്ടേ, നിനക്കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ പ്ലാൻ ഒന്ന് കേൾക്കണം. അപ്പം എന്നെ സംബന്ധിച്ചോളം ഈ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലാൻ പറഞ്ഞു തരാൻ പറ്റി തുടക്കത്തിൽ തന്നെ അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ലീഡറായിട്ടൊരു വ്യക്തിയുണ്ട് ഈ ബിസിനസ്സിലേക്ക് എന്നെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഇന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ആളുകൂടെ വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞുതരാം. ഇതെല്ലാം ഒന്ന് കേട്ട് നോക്കിയിട്ട് നിനക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തോ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇത് മാത്രമാണ് നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കേണ്ടത്. അപ്പൊ ആ ഫ്രണ്ട് നിങ്ങൾ തീർച്ചയായും ചോദിക്കും ഏതാ കമ്പനി, ചിലപ്പം എന്താ പ്രൊഡക്റ്റ് എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പൊ അവിടെ ഒരു ഒബ്ജക്ഷൻ ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പറയേണ്ടതുള്ളൂ, പ്രൊഡക്റ്റ് വാങ്ങുമോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ആദ്യം നീ ചിന്തിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. ആ ലീഡർ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇത് കേട്ട് നോക്കിയിട്ട് നിനക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രൊഡക്റ്റ് വാങ്ങുന്ന കാര്യം അവിടെ സെക്കൻഡറി ആക്കി വെക്കുക. മീൻസ് അത് എന്താ പറയുക പ്രൈമറി ലിസ്റ്റിലേക്ക് അവർ കൊണ്ടുവരാൻ പാടില്ല. അവര് ആദ്യം തന്നെ പ്രൊഡക്റ്റ് വാങ്ങുക ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നെഗറ്റീവ് വരും. കാരണം അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കത്രേ ഉള്ളൂ, കുറെ വർഷങ്ങളായിട്ട് കുറെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ വലിയ കാര്യമായിട്ടൊന്നും അതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല, അപ്പൊ ഇനിയും ഞാൻ വാങ്ങിച്ചിട്ട് എന്താവാനാ, ചിലപ്പോൾ കമ്പനികൾ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. അപ്പൊ ഞാൻ പറയുന്ന അവസരം എന്റേതായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാവുക എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യണം. ഇത് വേറെ ആരും പറഞ്ഞിട്ടല്ല, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ബിസിനസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അവിടെ ബിസിനസ് ഉള്ള വാക്ക് പോലും നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഇ കൊമേഴ്സ് പ്രൊജക്ട് ഇതാണ് മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കിടക്കണ്ട. ചില ആളുകളുണ്ട്, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള പേര് കേൾക്കുന്ന സമയം ആൾക്കാർക്ക് ഒരു കള്ളനോട്ടിന്റെ ഫീലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു കള്ളനോട്ട് കൊടുക്കാൻ വേണ്ടി ഒരാൾ ചെല്ലുന്നു, ഇത് കള്ളനോട്ടാട്ടോ, നിങ്ങൾ ഇരിക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങുമോ? 500 നോട്ടാണ്, നേര് 1000 രൂപ കയ്യിലുണ്ട്, 1000 നോട്ട് എടുത്തിട്ട് പറയാം ഞാൻ 500 ഒന്നാമത് ഇരിക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ തരില്ല, അവർ വാങ്ങില്ല. 500 വന്നിട്ടാണെങ്കിൽ പോലും 1000 നോട്ട് വാങ്ങാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടാ? അവർക്കറിയാം അത് പ്രശ്നമാണ്. കാരണം അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി മുമ്പേ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ ശരീരം അവരുടെ മനസ്സ് അതിന് വില്ലിങ് ആവില്ല. അവർ പറയും എനിക്ക് വേണ്ടട്ടോ. എങ്ങനെയാണ് പറയാ? അത് തന്നെ പറയും എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനത് ചെയ്യില്ല. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള നിങ്ങളൊരു നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സംഗതി, ആ പേരൊന്ന് ഇപ്പോഴും പല ആളുകൾക്കും അത് എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ളത് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയണം എന്നല്ല പറയണേ. നിങ്ങളുടെ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന, കാരണം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും വിപണനം നടക്കുന്ന ഇ കൊമേഴ്സിലൂടെയാണ്. നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്താൽ പോലും അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് എടുത്ത് തന്നാൽ അത് കമ്പനിയുടെ സൈറ്റിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കിട്ടില്ല. കമ്പനിയുടെ സൈറ്റിൽ കയറി അവർ എൻട്രി ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എടുത്തു തരിക. അതാണ് ഇ കൊമേഴ്സ് പറഞ്ഞിട്ട്. ഈ കമ്പനിയുടെ സൈറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് ഇന്ന ആൾക്ക് വിൽപ്പന നടന്നിട്ട് ഇന്ന ഐക്യു നമ്പർ പ്രകാരം ഈ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നിടത്തോളം കാലം ഇത് ഇ കൊമേഴ്സ് ബിസിനസ് ആണ്. അത് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്. ഇതിന്റെ ബാക്ക് ഓഫീസിൽ കയറി കഴിഞ്ഞാൽ കമ്പനിയുടെ ആപ്ലിക്കേഷൻസ് ഇന്നോളം കാണാത്ത ആൾക്കാരെ ഇന്നോളം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫിജിക്ക.com എന്നുള്ള കമ്പനിയുടെ ഫിജിക്ക.net ഗൂഗിൾ ചെയ്താലും മതി. ഫിജിക്ക.net അടിച്ചു കഴിഞ്ഞാൽ സൈറ്റ് കിട്ടും. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ID നമ്പറും ലോഗിൻ ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ബിസിനസ്സായിട്ട് അറിയുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ ആൾക്കാർക്ക് അത് അറിയണമെന്നില്ല. നിങ്ങളുടെ അവരുടെ മുകളിലുള്ള അപ്ലയൻസ് ഉണ്ടാവും, അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിലൊന്ന് ലോഗിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ID നമ്പറും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതായത് ഫിജിക്കാർട്ട് എന്നുള്ള സൈറ്റിൽ നിങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫിജിക്കാർട്ടിൽ നിങ്ങളൊരു ലീഡറായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ NSE എന്ന 13 റാങ്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ തുടക്കത്തിൽ നിങ്ങളെ അടയാളപ്പെടുത്തി ഒരു സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കുക. നിങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമാണ്. എന്റെ പേരിൽ കമ്പനിയിൽ ഒരു സ്റ്റോർ ഉണ്ട്, കമ്പനിയുടെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിന്റെ ഓണറാണ് ഞാൻ. ഇതിൽ എന്ത് ബിസിനസ് പറഞ്ഞാലും ലാഭം കിട്ടുന്നതിലേക്ക് മാറാൻ പറ്റുന്ന അവസരം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കാണാം. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിന് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അവരത് കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ ഇതൊരു ബാക്ക് ഓഫീസ് കമ്പനിക്ക് ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് മാത്രമാണ് നമ്മൾ കാണുന്ന സൈറ്റില് പ്രൊഡക്റ്റുകൾ മാത്രം. ആ പ്രൊഡക്റ്റുകൾക്ക് പുറകിൽ അതിന്റെ വിൽപ്പന നടത്താൻ അതിന്റെ ലാഭം കിട്ടുന്ന വഴി അതിന്റെ ബാക്ക് ഓഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിജിക്കാർട്ട് എന്നുള്ള കോൺസെപ്റ്റില് നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളുണ്ട്, ഫ്രണ്ട് ഓഫീസും ഉണ്ട് ബാക്ക് ഓഫീസും ഉണ്ട്. ഫ്രണ്ട് ലൈനിൽ വരുന്ന പ്രൊഡക്റ്റുകൾ കാര്യങ്ങളാണ്. അതിന്റെ പുറകിലേക്ക് കടന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് വരുമാനം തരാൻ വേണ്ടി നമ്മുടെ അഡ്രസ്സ്, ബാങ്ക് കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ട്രീയിലാണ് നിങ്ങൾ വരുന്നത് അറിയാൻ നിങ്ങളുടെ ജീനിയോളജി ട്രീ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ താഴോട്ട് കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ സ്പോൺസർ പേരും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആരാണ് ഈ ബിസിനസ് പരിചയപ്പെടുത്തി സ്പോൺസർ ആയിട്ട് നിങ്ങൾ ID എൻട്രി ചെയ്തത് കൃത്യമായിട്ട് അതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് വരുമാനം കിട്ടുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്താ പറയുക വർഷങ്ങളായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുള്ള എക്സ്പീരിയൻസ് ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. ഇന്നോളം ആമസോണും ഫ്ലിപ്കാർട്ടും ഒരു കോടീശ്വരനെ സൃഷ്ടിച്ചിട്ടില്ല. റീസെല്ലേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, അതിനകത്ത് പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് വരുമാനം കൊടുത്തുകൊണ്ട് ഇത്രയും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ള കാരണം കൊണ്ട് ഇന്നോളം ഒരാളും ഞാൻ ആമസോണിലൂടെ ഇത്ര കോടി നേടിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു റീസെല്ലർ എന്ന കാറ്റഗറി പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്നുണ്ടാവാം. പക്ഷെ അത് അവരുടെ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അവർ പ്രൊഡക്റ്റ് എടുത്തു വെച്ചിട്ട് ആമസോണിലൂടെ റീസെൽ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെ റീസെൽ ചെയ്യാണ് ചെയ്യുന്നത്. എത്ര ലക്ഷങ്ങൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ബിസിനസ് എന്താണോ ചെയ്യണേ അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ സ്റ്റോക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത്.
അപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങളടുത്ത് ഞാൻ പറയുന്ന ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫിജിക്കാർട്ട്.com നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആകെ ചെയ്തിട്ടുള്ള കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു. ഈ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സ്റ്റോർ തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റോർ തുടങ്ങും, ഒരു കട തുടങ്ങും, കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം, കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ കസ്റ്റമറോട് സംസാരിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് സ്റ്റോക്ക് എടുക്കണ്ടേ? ചോദ്യം ഇത്രേ ഉള്ളൂ. ചോദ്യങ്ങളിലൂടെ കസ്റ്റമറിലേക്ക് എത്താം. അത് സ്റ്റോക്ക് എടുക്കണം, തീർച്ചയായിട്ടും സ്റ്റോക്ക് എടുക്കണം. അത് നമുക്ക് ഉപയോഗമുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുക. കമ്പനി വിചാരിക്കുക നമ്മൾ വിൽക്കാനാണെന്നാ. കമ്പനിക്ക് അറിയില്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിനാണ് എടുക്കുന്നതെന്ന്. കമ്പനി ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരുന്നതെങ്കിലും നമ്മുടെ ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുത്താൽ മതി. ഒറ്റ തവണ പർച്ചേസ് അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അപ്പം ഒരു കട തുടങ്ങുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, കുറച്ച് പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നു. ആ പ്രൊഡക്റ്റ് എടുക്കുന്നതിനോടൊപ്പം നമുക്കൊരു അവസരം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ചുകൂടെ? ചെമ്മണ്ണൂർ പോലെ വലിയ വർഷങ്ങളുടെ 100-160 വർഷം മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനൊപ്പം ഒരു ബിസിനസ് ചെയ്യാനുള്ള അവസരം കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങ് ചെയ്തുകൂടെ? ശരിയാണല്ലോ. ഇങ്ങനെ ചോദ്യങ്ങൾ അവരെ കണക്ട് ചെയ്യണം. അതിലൂടെ നിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? ഈ പറഞ്ഞ ആ പ്രശ്നങ്ങളും കൂടെ അതായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുക. അവരുടെ പ്രശ്നം ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും. ചില ചെറിയ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, നല്ല സ്കൂളിലൊക്കെ വിടണമെങ്കിൽ മാസത്തിൽ നല്ല ഒരു പൈസ ഫീസായിട്ടൊക്കെ കൊടുക്കേണ്ട സ്കൂളിലൊക്കെ വിടണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും. സ്കൂൾ ബസ്സിൽ വിടണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ ഒരു 1000-2000 മാറ്റി വെക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. കാരണം കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? നല്ല സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ചോദിക്കുക. വീട്ടമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങള് നിങ്ങളുടെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഏതെങ്കിലും രീതിയിൽ ഒന്നും വളർന്നാൻ പോരാ, നല്ല രീതിയിൽ വളരാമെന്ന് ആഗ്രഹമില്ലേ? ആ ആഗ്രഹമായിട്ട് ഒന്ന് ഈ ബിസിനസിനെ കണക്ട് ചെയ്യുക, ചോദിക്കുക. അപ്പൊ അവർ പറയും, ഓക്കെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിന് എനിക്ക് പറ്റും. ചില ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചാൽ മതി. ലോകത്ത് ഒരു ആൾക്ക് സമ്പന്നനാകാൻ പറ്റുന്ന നിയമങ്ങളിൽ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് സാമ്പത്തികപരമായിട്ട് വലിയ ഉന്നമനത്തിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ അടിസ്ഥാനപരമായിട്ട് അയാളുടെ പൈതൃക സ്വത്ത് ഉണ്ടായിരിക്കണം. പിതാവെന്നോ മാതാവെന്നുള്ള സ്വത്തുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്, നിങ്ങൾക്ക് നല്ല ബന്ധുബലം ഉണ്ടായിരിക്കണം. ഒരു നല്ല ബന്ധുബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹമുള്ള, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ റിലേറ്റീവായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് നിൽക്കുമ്പോൾ നിനക്കും കൂടെ ഒരു അവസരം തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ ഈ ദുബായിലേക്കൊക്കെ കൊണ്ടുപോകാൻ തയ്യാറാവും. എത്ര മലയാളികൾ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ റിലേറ്റീവ് അങ്ങനെ ഉന്നമനത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ബന്ധുക്കാരെ ഒന്ന് മനസ്സിൽ കാണാം. നിങ്ങൾ ഉന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത് കേരളത്തിൽ നടപ്പില്ല. പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്ന്, നമുക്ക് ഈ ബന്ധുബലം ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് അത് പ്രാക്ടിക്കൽ അല്ല സാറേ എന്നാണ് എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന കുടുംബക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ, റിലേറ്റീവ്സ് വളരെ കുറവാണ്. ഇല്ലാന്നല്ല, പല ആളുകൾ ഉണ്ടാവാം, പക്ഷെ വളരെ കുറവാണ്. അപ്പം അടുത്ത ഒരു കാറ്റഗറി ആൾക്കാർ ആരാണ് പിന്നെ സമ്പന്നരാകാൻ സാധ്യതയുള്ള? ഈ ബന്ധുക്കളും ഇല്ല, അവരെ വൈദ്യുത സ്വത്തും ഇല്ല. പിന്നെയുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചങ്കൂറ്റുള്ളത് എന്നുള്ള അതിനകത്ത് എന്താ സിമ്പിൾ ആയിട്ടൊരു കാര്യം, ധൈര്യമുള്ള ആൾക്കാർ. ഒരു കാര്യത്തെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ, ആർജവത്തോട് പറയാൻ, ചങ്കൂറ്റത്തോട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്ക് സമ്പന്നനാകാം. ചങ്കൂറ്റത്തോടുകൂടി ഒരു കാര്യത്തെ നേരിടാൻ വേണ്ടി തയ്യാറാവുന്ന വ്യക്തിക്ക് സമ്പന്നനാകാൻ പറ്റുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തികൾ പറയണത്. ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാം. എനിക്ക് വലിയ കഴിവൊന്നുമില്ല, വലിയ പ്രാപ്തിയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ സെൽഫായിട്ട് പറയേണ്ടതുള്ളൂ, ഞാൻ ഈ ബിസിനസ്സിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഒരു 8ാം ക്ലാസ്സുകാരി NSC എന്ന റാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അടിക്കാൻ പറ്റും, ഞാനങ്ങ് തീരുമാനിച്ചു. നിങ്ങളത് ഫീൽ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് എടുക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ 8ാം ക്ലാസ്സുകാരി മനസ്സിൽ കണ്ടുപോകുക. അവർക്കത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ഈ പറഞ്ഞ സംഗതി ഉള്ളിൽ കിടന്നുകൊണ്ടാണ്. ചങ്കുറ്റുന്ന സാധനം ഉള്ളിൽ കിടന്നുകൊണ്ട് മാത്രമാണ്. അപ്പം ഈ ബിസിനസ്സിൽ പല ആളുകൾ പല റാങ്കുകൾ അടിച്ചു പോയിട്ടുള്ള പല ആളുകൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കമ്പനിയുടെ പ്രത്യേകിച്ചുള്ള വലിയ ക്വാളിഫിക്കേഷനോ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും അവര് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ക്വാളിറ്റി അവരുടെ കൂട്ടത്തിലുണ്ട്. എന്തും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ ചങ്കൂറ്റം ട്രെയിൻ വരുമ്പോൾ നേരെ മുമ്പിൽ പോയിട്ട് നിൽക്കുക എന്നുള്ളതല്ല കേട്ടോ. നിങ്ങൾ കാണിക്കേണ്ട ചങ്കൂറ്റം മനസ്സിലാക്കുക. ഈ ബിസിനസ്സിൽ വേണ്ടത് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അതെനിക്കുണ്ട് എന്നങ്ങനെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ഇവർക്കൊക്കെ ഇത് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യാൻ തയ്യാറാവുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള നിങ്ങൾ വിശ്വസിക്കുക. വേറെ ആരും വിശ്വസിച്ചാലും സംഭവിക്കില്ല. നിങ്ങൾ ഭയങ്കര തൻ്റെടിയാണ്, കാര്യങ്ങൾ പറയാൻ കേപ്പബിൾ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം.
നാളെയും സംസാരിക്കാം. പല ആളുകളും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ള പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇവർ ആ ചങ്കൂറ്റൊന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് കൊണ്ട് എനിക്കൊരു ഉപകാരം കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പല നാവ് അവർക്കുണ്ടെങ്കിൽ ആ നാവ് ഇവിടെ ഒന്ന് ഈ ബിസിനസ്സിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അവർക്ക് എന്നോ വിജയിച്ചു പോയനെ. ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. നിങ്ങളെന്ന വ്യക്തി ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഈ കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പം ഇതിന് വേണ്ട ബേസിക് ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ബിസിനസ് എന്താ പറയാ നമ്മുടെ ഉള്ളിൽ തട്ടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് 100% വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യാൻ പറ്റണം. അതിന് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എത്ര ഉള്ളൂ. 2021 DSA റൂൾസ് ഒക്കെ അമെൻഡ് ചെയ്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കീഴിലേക്ക് ഈ കമ്പനികളെയൊക്കെ മാറ്റിയിട്ട് ഈ കമ്പനികളൊക്കെ പ്രവർത്തിക്കേണ്ടത് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൺസ്യൂമർ സെൻട്രിക് ആയിട്ടുള്ള കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? ഉപഭോക്താവിന് അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് കൺസ്യൂമർ നിയമങ്ങൾ. അതിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് ആളുകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത്തരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി ഗവൺമെന്റും പറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ 2020 ഫെബ്രുവരി 19 തിരുവനന്തപുരത്ത് വെച്ചൊരു കാര്യം നടന്നു. കൺസ്യൂമർ സെൻട്രിക് ആയിട്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളെ മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. കമ്പനികളുടെ ലിസ്റ്റിംഗ് കാര്യങ്ങൾ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ പേരും വരും. അപ്പം ഫുള്ളായിട്ട് ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരാളാണ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സംസാരിക്കുക. അല്ലാതെ ഒളിച്ചും പാത്തും ഒതുങ്ങി നിന്നുകൊണ്ട് ഈ ബിസിനസ് സംസാരിക്കേണ്ട ആളല്ല. ഞാനൊരു കാര്യത്തിൽ ചേർന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വന്നേടി, ഇതിനെ കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയോ ചില സംശയങ്ങൾ അവരുള്ളിൽ ഉണ്ടാവും. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഞാൻ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൊജക്ടിന്റെ സാധ്യതകൾ നിനക്ക് ഞാനൊന്ന് പറഞ്ഞു, അതൊന്ന് കേട്ട് നോക്കിയിട്ട് നിനക്കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുക. എന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ ചെയ്യണമെന്ന് യാതൊരു ബന്ധമില്ല. ഇതൊന്ന് കേട്ട് നോക്ക്, കണ്ടു നോക്ക്, മനസ്സിലാക്ക്. എന്നിട്ട് പറ്റുന്നതാണ് തോന്നുവാണെങ്കിൽ നീ ഈ ബിസിനസ് ചെയ്തോ, നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റം ഉണ്ടാവും. ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 50% സെയിൽസ് പ്രോസസ്സ് കിടക്കുന്ന അവിടെയാണ്. നിങ്ങളൊരു വിളി പ്രോപ്പറായിട്ട് വിളിക്കാതെ ഏതെങ്കിലും കല്യാണത്തിന് നിങ്ങൾ പോവോ? ഇതിലിരിക്കുന്ന സ്ക്രീനിലിരിക്കുന്ന കൗസല്യ മാഡത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, മാഡം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആള് വന്നിട്ട് എന്റെ മോളുടെ കല്യാണം നീ വരണം കേട്ടോ എന്ന് റോട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ പോവോ? മോളുടെ കല്യാണം ആ ശരിയാട്ടാ നോക്കാം എന്ന് പറയും. അത് വീട്ടിൽ വന്ന് കയറി ഔപചാരികമായിട്ട് ചേച്ചി മോളുടെ കല്യാണം എന്ന ദിവസമാണ്, ചേച്ചി എന്തായാലും വരണം കേട്ടോ, നമ്മുടെ എന്റെ കൊച്ച് അവൾ ആഗ്രഹിക്കുന്നുണ്ട്, ചേച്ചിയും കൂടെ വരണം എന്ന് ആഗ്രഹിക്കട്ടെ. അപ്പൊ ഞാനും നമ്മളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അവൾക്കും അറിയാം. അവളും പറഞ്ഞു ചേച്ചൻ പ്രത്യേകം ചേച്ചിനെ വിളിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്നാ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചാടിപ്പോവും. ഉറപ്പാണ്. ഇതാണ് വിളി. അപ്പൊ ആ കല്യാണം വിളിക്കാൻ നിങ്ങളെ കാണിച്ച ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാ? നിങ്ങളുടെ ഉള്ളിൽ അറിയാം നിങ്ങളുടെ മോളുടെ കല്യാണം അത് ഭംഗിയാക്കണം. അതേപോലെ ഈ ബിസിനസ്സും ഭംഗിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾ വിളിക്കുന്ന വിളിയിലും ഉണ്ടാവണം. ആ വിളി അവർക്ക് മനസ്സിലാകണം. ഇത്രേ ഉള്ളൂ. ഒരു മനുഷ്യന് ലോകത്ത് ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ടെൻസിംഗ് ഹിലാരി 2 ചെക്കന്മാരാണ്. അവർ പണ്ടത്തെ കാലത്ത് പോയിട്ട് എന്താ പറയാ അമേരിക്കയിലും എന്താ പറയാ ടെൻസിംഗ് ഹിലാരി നോർവേക്കാരനാണെന്ന് തോന്നുന്നു, രാജ്യം വിട്ടേക്ക് എന്തിനായിട്ട് ഒരു നേപ്പാളിയാണ് ടെൻസിംഗ്. നോർവേയിൽ നിന്ന് അവിടുത്തെ ഒരു പ്രാദേശിക വർഗത്തിൽപ്പെട്ട ആളാണ്. മറ്റേ വേറെ രാജ്യത്ത് ഒന്നാണ്. ഇവർ രണ്ടുപേരും മല കയറാൻ പോയപ്പോൾ ഇവരെ കുറെ ഒരു ടീമുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡർ ഉണ്ട്. ഒരു ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും, വിശ്വസിക്കുക, നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ പോയിട്ട് മരിച്ചൊരു സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു വിടുന്നത്. പക്ഷെ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിച്ച് ചെയ്യണം, എന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും, അവിടെയൊക്കെ ശ്രദ്ധിക്കണം, എന്ന കാര്യങ്ങൾ ചെയ്തേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവര് അത് പാലിച്ചു. അത് പോയി കയറി മല കീഴടക്കി എവറസ്റ്റിന്റെ മുകളിൽ പോയിട്ട് കൊടിയൊക്കെ നാട്ടി തിരിച്ചു വന്ന സമയത്ത് പിന്നീട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പേടിയില്ലാതെ അങ്ങോട്ട് കയറാൻ തോന്നി. പിന്നെ ഇപ്പോഴും പോയിട്ടുണ്ടാവാം, മരിച്ചിട്ടുണ്ടാവും. കാരണം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് ആൾക്കാർ പിന്നെ വിജയിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ പിന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് കയറാനുള്ള തോന്നലുണ്ടാക്കി വെച്ചത് ഇവര് പോയി കയറി വിജയിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പൊ ലോകത്ത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വേറെ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മല കയറാൻ നമ്മൾ പറയണില്ല, ഒന്നുമില്ല. ഈ ബിസിനസ് ഒന്ന് പറയാനേ പറയുന്നുള്ളൂ. എവറസ്റ്റിൽ പോയിട്ട് ജീവൻ കളയാമെന്ന് ഞാൻ പറയണില്ല. സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് ഞാൻ ഇത് ചെയ്യുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് 100% വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഫീൽ ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റാ. ഇപ്പൊ ഞാനിവിടെ ചാരി കിടന്നിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളൊക്കെ വിജയിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യില്ല. മറിച്ച് ഞാൻ മുമ്പോട്ട് ആഞ്ഞ് ഇന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ?
ബോഡി ലാംഗ്വേജ് അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്തോ റിലേറ്റീവ് അടുത്തോ ഈ ബിസിനസ് സംസാരിക്കുന്നത് നൈറ്റ് ഇട്ടുകൊണ്ടും എന്താ പറയാ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാതെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള രീതിയൊന്നും പോകരുത്. നല്ല ഡ്രസ് സെൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഉള്ളത് ഇപ്പം ഭയങ്കരമായിട്ട് ഫ്രഷ് പുതിയ ഡ്രസ് ഇട്ട് വേണം പോകണമെന്നല്ല ഞാൻ പറയണേ, ഉള്ളത് നീറ്റാക്കി കൊണ്ടുപോകാം. കഴിയെങ്കിൽ ID കാർഡ് നമ്മൾ ധരിക്കുക, നമ്മൾ പ്ലാൻ ബുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക, നമ്മൾ ഈ ബിസിനസ് വേണ്ട ഒരു ഡയറി നമ്മൾ കീപ്പ് ചെയ്യുക. ഈ ഡയറി ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾ ലിസ്റ്റ് എഴുതാൻ ഞാൻ പറഞ്ഞു, ആ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് എഴുതിയ ഭാഗം ഡയറിയിൽ ഉണ്ടാവണം. ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണ്, ഒരു വ്യക്തിയോട് പറയാണ്, ഓക്കെ ഞാൻ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ അടുത്ത മാസം ആവട്ടെ, എനിക്ക് ഫണ്ട് റെഡി ആവണം, ഞാനൊന്ന് റെഡി ആക്കിയിട്ട് തരാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഡയറി ഇങ്ങോട്ട് എടുക്കുക. നിങ്ങളുടെ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും സെയിൽസ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ആ ലിസ്റ്റിംഗ് എടുത്ത് ഇത് ഇത്ര ആൾക്കാർ ലിസ്റ്റ് ആയിട്ടുണ്ട്, അതിൽ നിന്ന് ഇത്ര ആൾക്കാരെ ഞാൻ തരംതിരിച്ചെടുത്തിട്ടുണ്ട്, 100 പേരെ ലിസ്റ്റോ 100 150 പേരെ ലിസ്റ്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതിനകത്തൊരു 10 20 പേരെ പേര് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പെടുന്ന ആദ്യത്തിൽ വന്നിട്ടുള്ള ആള് ഒന്ന് നീയാണ്. നീ അല്ലെങ്കിൽ പുതിയ ആളിലേക്ക് ഞാൻ ഈ ബിസിനസ് കൊടുക്കും. ഇത് ബൈനറി ആണ്, എന്തെങ്കിലും ചെയ്യേണ്ട ബിസിനസ് അല്ല. ഈ ബൈനറി ഒന്ന് വരച്ച് കാണിച്ചു, ലെഫ്റ്റും റൈറ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ലീഡർ അടുത്ത് ചോദിച്ചിട്ട് ബൈനറി ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. ഒന്ന് വരച്ചിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ താഴെ അടയാളപ്പെടുത്തുക, ലെഫ്റ്റ് ഇത് റൈറ്റ് ഇത്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ ആയിട്ട് നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ആളുകൾ ഇതിന് താഴോട്ട് ഈ പ്ലേസ്മെന്റ് തരാൻ പറ്റുള്ളൂ. അവര് വരുന്നതിന് ഈ ബിസിനസ് നീ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവിടെ ആ വ്യക്തിക്ക് മനസ്സിലായി ഇവൻ വെറുതെ അല്ല, കാര്യമായിട്ട് തന്നെയാണ് ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ചെറിയ കാര്യത്തിനല്ല ഇവൻ വന്നിരിക്കുന്നത് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈ പറഞ്ഞ കാര്യം ഉപകരിക്കും. അങ്ങനെയെങ്കിലും നിങ്ങൾ ലിസ്റ്റ് ഇട്, അങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ച് പറയാനുള്ള ഡയറി നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലാതെ ഒരു കടലാസ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പറ്റില്ല. നല്ലൊരു ഡയറി, ഒരു 100 150 200 രൂപ മുടക്കിയിട്ട് നല്ലൊരു ഡയറി ആദ്യം വാങ്ങാം. 10-20,000 മുടക്കിയിട്ട് Fijika.com വേണ്ടി പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആനയെ നമ്മൾ വാങ്ങി ഒരു തോട്ടി വാങ്ങാനാണ് പറയുന്നത്. ഡയറി വാങ്ങാൻ പറയുമ്പോൾ പല ആളുകളും സ്കൂളിൽ കൊണ്ടുവന്ന പിള്ളേരെ ബുക്കൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പേരൊക്കെ എഴുതി വെക്കും. ഇതൊക്കെ എവിടെ കൊണ്ട് കാണിക്കാനാ? നമുക്കൊരു വ്യക്തിയായിട്ട് സംസാരിക്കും, ആ വ്യക്തിക്ക് ഫീൽ ചെയ്യണം ഇത് കാര്യം ഇദ്ദേഹം സീരിയസ് ആണ്, ആ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്ന ഫീൽ ചെയ്താൽ ആ കേൾക്കുന്ന ആളും സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യും. ചില ഒബ്ജക്ഷൻസ് ഒക്കെ വരാം, പൈസക്ക് ഇത്ര ഉണ്ടാക്കട്ടെ ചോദിക്കുക. ഇത്രയും കാലം കുറെ പ്രൊഡക്റ്റ് കുറെ കടകളിൽ നിന്ന് വാങ്ങിച്ചത് നിനക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഇന്നോളം കിട്ടാത്തൊരു കാര്യമാണ് ഞാൻ നിനക്ക് പറഞ്ഞത്. പിന്നെയാണോ പൈസയെ കുറിച്ച് ചിന്തിക്കുന്നത്? എങ്ങനെയും പോയിട്ട് ഉണ്ടാക്കിയിട്ട് വാ. നീ വന്നിട്ട് ഈ ബിസിനസ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ഈ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ അവർ ബാക്കോട്ട് പോകില്ലെന്നോ. ബാക്കോട്ട് പോവില്ല സുഹൃത്തെ. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെടുത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന രീതി വെച്ച് അവർ ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫണ്ട് അറേഞ്ച് ചെയ്ത് വരും. അങ്ങനെ അറേഞ്ച് ചെയ്ത 90% ഉള്ള ആളുകളോട് ഞാൻ സംസാരിക്കണേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ Fijika.com സ്റ്റാർട്ട് ചെയ്തേ. 10-20,000 അട്ടീന്ന് എടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നോട്ട് കെട്ടായിട്ട് എടുത്തു വെച്ചിരുന്ന ആൾക്കാരുണ്ടോ? വളരെ അപൂർവം, ഒരു 10% ആൾക്കാരുണ്ടോ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി ഈ ആഗ്രഹമായിട്ട് അവരുടെ ലൈഫിൽ മാറ്റം വരുത്തണം അവർ ആഗ്രഹിച്ച കാര്യത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്തു. ആ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബിസിനസ്. ഫ്രണ്ട്സ്, ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് തെറ്റായ ധാരണകൾ മാർക്കറ്റിലുള്ളതുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യണമെന്ന് പറയണില്ല, അല്ലെങ്കിൽ പറയണ്ട എന്ന് പറയണേ. ഇ കൊമേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്, ഇ കൊമേഴ്സ് പ്ലസ് ഡയറക്ട് സെല്ലിംഗ്. ഇ കൊമേഴ്സ് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന വിൽപ്പന അല്ല ഉദ്ദേശിക്കുന്നത്, ഇടനിലക്കാരില്ലാത്ത കച്ചവടം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന രീതി അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുക്കാൻ ചില ആളുകൾ ചോദിക്കും, ആളെ ചേർക്കണ്ടേ? ചോദ്യമുള്ളൂ, ഒറ്റ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കണുള്ളൂ. ആളുകളില്ലാതെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ ചേച്ചി ചേട്ടാ? തീർച്ചയായിട്ടും ചോദിക്കണം. ആളുകളില്ലാതെ ലോകത്ത് ഒരു കച്ചവടം നടക്കുന്നില്ല. ഓരോ ഹോസ്പിറ്റൽ കെട്ടിയിട്ടു, അവിടെ ആളുകൾ വരണം. ആരാ? രോഗികളാണ്, അവര് വരണം. അല്ലെങ്കിൽ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങി, കച്ചവടം തന്നെ നമ്മൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ പറയാ, പല സ്ഥാപനങ്ങളും തുടങ്ങി വെച്ച പല ആളുകളും പല പ്രതിസന്ധികളോടെ കടന്ന സമയത്ത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല വെച്ചിട്ട് ചിന്തിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പല സ്ഥാപനങ്ങളും ഇന്ന് നഷ്ടത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ട് എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടി പോകുന്ന ട്രഡീഷണൽ ബിസിനസിനെ കുറിച്ച് നമ്മളാണ്. അത്രയും നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വ്യക്തികൾക്ക് ഒരു മാറ്റം ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയും രക്ഷപ്പെടുന്ന ആഗ്രഹം. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കുറെ ബിസിനസ് ചെയ്തു, 10-30 ലക്ഷം മുടക്കിയിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, ലോണും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതെങ്ങനെ മുൻപോട്ട് പോയി, എന്റെ ലൈഫ് സെറ്റാവും എന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ്സായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്താണ് ഈ കുറഞ്ഞ കോവിഡ് പോലത്തെ ഒരു സാഹചര്യം എന്റെ ലൈഫിലേക്ക് വരുന്നത്. നമ്മുടെ എന്താ പറയാ ആത്മവിശ്വാസത്തിനെ മുനയൊടിക്കുന്ന രീതിയിലാണ് അന്ന് കോവിഡ് സാഹചര്യം വന്നത്. അന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ അടച്ചുപൊട്ടുന്ന സാഹചര്യം വന്നു. ഇന്ന് നിങ്ങൾ അറിയണ പല ബിസിനസ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇത്തരം പല സാഹചര്യങ്ങളും കടന്നുകൊണ്ടായിട്ടാണ് ബിസിനസ് ഉണ്ടാക്കിയിട്ടുള്ളത്.
കൊച്ചോസ് ചുറ്റിലപ്പള്ളി അദ്ദേഹം ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വി ഗാർഡ് എന്ന് പറഞ്ഞ സെബരീസ് കയ്യിൽ തൂക്കിപ്പിടിച്ച് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിച്ചിട്ട് പല ഷോപ്പുകളിലും ആദ്യം അവിടെ കൊണ്ടുവച്ചു. ഈ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് വിറ്റിട്ട് പൈസ തന്നാൽ മതി, ഇതിനൊന്ന് മാർക്കറ്റ് പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. എത്രയോ പൈസ അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇന്ന് കോടികളുടെ ആസ്തിയുള്ള പ്രസ്ഥാനമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം എടുത്ത സ്റ്റെപ്പ് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റില് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ഒക്കെ ചെയ്ത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾ അറിയുന്ന ലീഡറോടൊപ്പം ചെന്ന് ആ ബിസിനസ് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്ന കേട്ട് ശ്രദ്ധിച്ചിരിക്കണം. അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ പറഞ്ഞ് എളുപ്പിട്ട് ചില ആളുകൾ സംസാരിക്കുമ്പോൾ ആ ലീഡർ പറഞ്ഞിട്ട് അവിടെ പോയി, ആ ലീഡർ ഓക്കെ പാർട്ണറാണ്, ആ ലീഡർ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പാർട്ണറായിട്ട് അവരെ പരിചയപ്പെടുത്തിയ ആൾ ഫോൺ വിളിച്ച് തെക്കും വടക്കം നടക്കുന്നു. എവിടെ കച്ചവടം കിട്ടാനാ? ആ വ്യക്തിക്ക് ഇതിൽ ശ്രദ്ധയില്ലെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങൾ എങ്ങനെ നടക്കും? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ലീഡർ അദ്ദേഹത്തിന് എഫേർട്ട് ഇട്ട് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഫോണും തോണ്ടിയിരിക്കരുത്. ഫോണൊക്കെ അവിടെ സൈലന്റ് ആക്കി വെച്ചേക്കുക. ഈ ബിസിനസ് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളും സീരിയസ് ആയിട്ട് അവിടെ ഇരിക്കുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഈ ബിസിനസ് വേണ്ട രീതിയിൽ ആയിരിക്കണം. കാരണം എല്ലാം കേട്ടു, പ്ലാൻ ഒക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തി ആ പറഞ്ഞ ലീഡർ മുഖത്തേക്ക് അല്ല നോക്കുക, നിങ്ങളുടെ മുഖത്തേക്കാ നോക്കുക. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഈ ബിസിനസ് വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇരിക്കുന്നത് നോക്കിയിട്ടാണ് ഇവര് ഓക്കെ നമുക്ക് ഇതിൽ ചെയ്യാമെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഫോണും തോണ്ടി ആ ചേച്ചി നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുക, സാറ് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കണ്ട, ഫോണ് അവിടെ മാറ്റി വെച്ചേക്കുക, ഫോണ് സൈലന്റ് ആക്കി വെക്കണം. നിങ്ങൾക്ക് കോൾ വന്നാൽ എമർജൻസി കോള് ജില്ലാ കളക്ടർ വിളിക്കാനുള്ള ശരി നിങ്ങൾ ഫോൺ എടുക്കരുതെന്നാണ് ഞാൻ പറയാം. ആ വ്യക്തിയുടെ കോൺസെൻട്രേഷൻ പോകുന്നേ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ് നിന്ന് ചിലപ്പോൾ വ്യതിചലിച്ചു പോകും. ആ ഒരു വ്യക്തി സെയിലിലേക്ക് എത്താൻ ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് ഡിലേ മതി, ആ സെയിൽ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു ഫോൺ കോളിന്റെ പുറത്ത് ഒരാൾ പാർട്ണർ സംസാരിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു, നമ്മളെല്ലാ പ്ലാനും കാര്യങ്ങളൊക്കെ കൊടുത്തു, എല്ലാം ഓക്കെ എന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഒരു ഫോൺ വന്നു. ഒരു മിനിറ്റ് എന്ന് അയാൾ ഫോൺ എടുത്തിട്ട് ഒറ്റ പോക്ക്. ഈ വ്യക്തി തീരുമാനം എടുക്കുന്ന സമയത്താണ്, തീരുമാനം എടുക്കാൻ ഒക്കെ റൈറ്റ് ഞാനിപ്പോ ചെയ്യാന്നുള്ളത് തീരുമാനം എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഫോൺ കോൾ വന്നത്. ആ വ്യക്തിയിൽ പോയപ്പോൾ അയാൾക്ക് ഒരു കോൾ വരുന്നു. അയാൾ അതുവരെ കോൾ എടുക്കാത്ത ആള് ആ ഫോൺ കോൾ എടുത്ത് സംസാരിച്ചു, എനിക്കത് അർജന്റ് കോൾ വന്നിട്ടുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ആള് പോയി. എന്താ സംഭവിച്ച? ഈ വ്യക്തി കൂടെ വന്ന ആള് കാണിച്ചു കൊടുത്ത ബുദ്ധിമുട്ട് കൊണ്ട് സംഭവിച്ച കാര്യം ഞാൻ പറയണേ. നമുക്ക് വേദനയും വിഷമവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇനി റിയൽ ലൈഫിലും നമുക്ക് ഇതേപോലത്തെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ പട്ടാമ്പിക്ക് അടുത്ത് ഒരു കസ്റ്റമർ എന്റെ അടുത്ത് ചോദിച്ചു, ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ്, 50,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള 55,000 രൂപ വിലയുണ്ട്, നിങ്ങൾ എത്ര രൂപയ്ക്ക് തരും? ഒരു സെക്കൻഡ് ഞാൻ എന്റെ മാനേജർ, ഞാൻ തന്നെയാണ് മാനേജർ, എന്നാലും അയാളുടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ സീനിയർ ആളൊന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാം, ഒന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തങ്ങ് മാറി തിരിച്ചു വന്ന് സംസാരിക്കാൻ നിൽക്കുന്ന ആൾ പറഞ്ഞു, ഞാനല്ലേ പിന്നെ ചെയ്യാം, ഞാൻ 2,000 രൂപ കുറച്ച് കൊടുക്കാം, നിങ്ങൾ ഈ മിഷൻ ഇപ്പൊ എടുക്കുന്ന പറയാൻ നിൽക്കുന്ന സമയത്തിനുള്ളിൽ ആളുടെ തീരുമാനം മാറിയെന്നേ. ആലോചിക്കുക, 50,000 രൂപ ഓർഡർ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ് മതി ആളുകളുടെ മനസ്സ് മാറാൻ. അപ്പൊ നിങ്ങളുടെ ഫോൺ കോള് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫോണ് അവിടെ സൈലന്റ് ആക്കി വെച്ചിട്ട് ആളോട് സംസാരിച്ച് തീരുന്നവരെ മിണ്ടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. തീരെ മിണ്ടാണ്ടിരിക്കാന്നല്ല, ലീഡർ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ഏറ്റവും അവസാനം സംസാരിച്ച് ഓക്കെയാണ് നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആള് മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെയ്തോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട്, ഒന്നിനൊപ്പം ഒരു തള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആ വ്യക്തിയോട് പറയേണ്ടതുള്ളൂ, ഞാൻ എന്തായാലും ഈ ചേച്ചിനൊപ്പം അല്ലെങ്കിൽ ഈ മേഡത്തിനൊപ്പം വന്ന് ഈ കാര്യം പറഞ്ഞത് ഇത് വിജയിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ നിന്നെയും കൂടെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഓക്കെയാണ്, ഈ മേഡവും ഞാനും ഒക്കെ കൂടെ ഉണ്ടാവും, അങ്ങോട്ട് ചെയ്തോ എന്ന് തീർത്ത് പറയുന്ന വ്യക്തി നിങ്ങളാ, അത് ലീഡർ അല്ല. ആ സാധനം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നടക്കും. ലീഡറെ പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തണം, അതിനോട് വെറുതെ കൊണ്ടുപോയിട്ട് അവിടെ എഴുതരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിൽ മാലതി മേഡത്തെ കാണുന്നു, മാലതി മേഡം ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ മാലതി മേഡത്തെ എനിക്ക് നല്ല രീതിയിൽ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. മാലതി എന്ന വ്യക്തി സാധാരണ വീട്ടമ്മയാണ്, ഈ ബിസിനസ്സിലേക്ക് വന്നു, കാര്യങ്ങൾ പഠിച്ച് ഈ കമ്പനിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ലീഡറായിട്ട് ആൾ മാറിയിട്ടുണ്ട്. ആളാണ് ഈ ബിസിനസ്സിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം കേൾക്കുന്ന വ്യക്തി എന്താ, മാലതി വന്ന ആരോ ഒരു വലിയൊരാള് വരാൻ നിൽക്കുന്നുണ്ട്, ഞാനത് കേൾക്കേണ്ട ആളാണെന്നുള്ള ഫീൽ അവിടെ വന്നു. ഇത് മാലതി മേഡത്തെ എനിക്ക് അറിഞ്ഞിട്ടല്ല, ആ മാലതി എന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തിയ രീതി കൊണ്ടാണ് ആ കേൾക്കാൻ തയ്യാറാവും. നമ്മുടെ സുഹൃത്ത് ഈ വ്യക്തിയെ കേൾക്കാൻ തയ്യാറാവും. ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലീഡറെ എഡിഫൈ ചെയ്യാന്നാണ് ഈ പ്രോസസ് പറയാം, എഡിഫിക്കേഷൻ എന്നാണ് പറയാ. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ബേസ് പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ ലീഡറായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിലിരിക്കുന്ന നാഷണൽ എസ്റ്റീം മാനേജർ ആയിട്ടുള്ള വ്യക്തിയാണ് നിൽക്കുക, നിങ്ങളുടെ കൂടെ വരികയാണ്. ആ വ്യക്തിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, NSTM ആണ്, സംഗതി എല്ലാം ഓക്കെയാണ്. അദ്ദേഹം നിങ്ങളുടെ കൂടെ വന്നു, അവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാം, സ്വപ്നേച്ചി കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്, സ്വപ്ന മേഡാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സവിതാ മേഡം എന്ന് വിചാരിക്കാം, സവിതാ മേഡം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ സവിതാ മേഡം ആരാന്ന് ഇവർക്കറിയില്ല, സ്വപ്ന മേഡം ആരാന്ന് അറിയില്ല, ഇവർ കേൾക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ലാത്ത ആള് എന്ത് പറഞ്ഞിരുന്ന കാര്യം. ആ സവിതാ മേഡം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടി കൂടെ തന്നിട്ട് ആ ഫീൽഡിൽ തിരിച്ചു പോവുള്ളൂ.
അത്രേ പറയുള്ളൂ. ഇതൊന്നും പറ്റുന്ന പരിപാടിയില്ല. നിങ്ങൾ എന്നെ പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തിയാലേ എനിക്ക് ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ എന്താ പറയാ NSCM റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ശരി, ഈ കാര്യം നടന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യം കിട്ടില്ല. പക്ഷെ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ പോലും എഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യണേ. ഈ വ്യക്തിക്ക് എന്തുണ്ട് എന്തില്ല എന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളെ പരിചയപ്പെടുന്ന കേൾക്കാൻ പോകുന്ന വ്യക്തി ഇതൊന്നും അറിയണമെന്നില്ല. അപ്പൊ അവരെ പ്രോപ്പറായിട്ടൊന്ന് പരിചയപ്പെടുത്തി കാര്യത്തിന് വേണ്ട രീതിയൊന്ന് പാകപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊപ്പം ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോഗ്രാം കൂടെ വെച്ചിട്ടുണ്ട്. നെക്സോറ ഓണം വിത്ത് ബോച്ചയെന്ന് വന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, 100 SVക്ക് നിങ്ങൾക്ക് ബോച്ചേനെ കാണാൻ പറ്റും. 100 SV നിങ്ങൾ സെയിൽസ് വോളറ്റിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കാനല്ല പറയണേ. ഇപ്പം ഇതിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ എടുക്കാം. 20 പോയിന്റ് ഒക്കെ അടിച്ചു വന്ന ആൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് 70 കൂടെ എടുത്ത് ഒരു 70 പോയിന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. അതല്ല പുറമേ ഒരു ആളുടെ അടുത്തുനിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യും, നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. പുറമേ നിന്നുള്ള ഒരാളുടെ അടുത്ത് ഒരു 100 SV നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ബോച്ചയോടൊപ്പം ഓണസദ്യ കഴിക്കുകയും ചെയ്യാം, പ്രോഗ്രാമിൽ പങ്കെടുക്കാം, അതിൽ നടക്കുന്ന കലാപരിപാടികളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്താ പറയാ, വലിയൊരു വൈബ് കിട്ടുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. ഇതിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയ അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനേക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുക. 24 ദിവസം മുമ്പിലുണ്ട്. 25 ദിവസം ഇന്നലെ തൊട്ടാണ് എന്നെങ്കിൽ 24 ദിവസം മുമ്പിലുണ്ട്. നിങ്ങൾ ഒരു 20 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാൻ തയ്യാറാവുക. ഈ ദിവസങ്ങളിൽ ഒരു 20 പേരെ ലിസ്റ്റ് ചെയ്തിട്ട് ആ 20 പേരിലേക്ക് നിങ്ങൾ എത്താൻ ആദ്യമായിട്ട് പോയിട്ട് നേരെ പോയിട്ട് 5 പേരെയും 10 പേരും ഒരുമിച്ച് പോയി കാണാനല്ല ഞാൻ പറയണേ. അതിന് 1 to 1 കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും. നേരിട്ട് പോയി സംസാരിക്കേണ്ട ആൾക്കാരുണ്ടാവും. ലീഡറായിട്ട് പോയിട്ട് സംസാരിക്കേണ്ട ആൾക്കാരുണ്ട്. അപ്പൊ ആ കാറ്റഗറി പെടുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നോക്കി വെക്കുക, ലിസ്റ്റ് ചെയ്യുക. 20 പേരിൽ ലിസ്റ്റ് ചെയ്യുക. അടുത്ത 5 പേര് BOP കൊണ്ടുവരാൻ പറ്റുന്നതാണ്. BOP ഫിസിക്കലായിട്ട് കൊണ്ടുവന്ന് BOP അറ്റൻഡ് ചെയ്യപ്പെടുന്ന ആ കാറ്റഗറി പെടുന്ന ആൾക്കാരുണ്ടാവും. അടുത്ത ഒരു 5 പേര് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. ഡിജിറ്റൽ BOPകളിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അടുത്ത ആൾക്കാർ ചിലപ്പോൾ ഡിജിറ്റൽ 1 to 1 കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ലീഡറും നിങ്ങളുമായിട്ട്. കാരണം ആ വ്യക്തി ചിലപ്പോൾ ചെന്നൈയിലോ വിദേശ രാജ്യത്തൊക്കെ ഇരിക്കുന്ന ആളായിരിക്കാം. അപ്പൊ അവർക്ക് അവരുടെ സമയം അനുസരിച്ച് നമുക്ക് 1 to 1 സൂമിലൂടെ കൊടുക്കാം. ഇവൻ വാട്സപ്പിൽ പോലും ഇപ്പം സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പ്ലാൻ കൊടുക്കാൻ പറ്റുന്ന അവസരമുണ്ട്. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുക? അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു 100 SVയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി പെടുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ആദ്യത്തെ പടിയിലേക്ക് ചെവടെടുത്ത് വെക്കാം. ഈ ബിസിനസ്സിലേക്ക് ഒരാളെ പരിചയപ്പെടുത്തിയാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബിസിനസ് വേണ്ട ഇതിൽ മാറിക്കഴിഞ്ഞു. ഈ ബിസിനസ് വേണ്ട ആളായിട്ട് മാറി. നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പിൽ ഒരു പ്രൊഡക്റ്റ് എടുത്ത വ്യക്തിയല്ല, അന്ന് തൊട്ട് നിങ്ങൾ ലീഡറായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷെ ആളെ പരിചയപ്പെടുത്തിയാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കൂടെ വന്ന ആളെ വിജയിപ്പിക്കുക. നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്ന് ഒരു 10 പേരുണ്ട്, റൈറ്റിൽ നിന്ന് ഒരു 10 പേരുണ്ട് നോക്കാം. ഇതിൽ 2 ആളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ. പക്ഷെ ആ 10 പേര്, ലെഫ്റ്റിൽ നിന്നുള്ള 10 പേരും അല്ലെങ്കിൽ റൈറ്റിൽ നിന്നുള്ള 5 പേരും ലെഫ്റ്റിൽ നിന്നുള്ള 5 പേരെയും ഒരേപോലെ കാണാൻ നിങ്ങൾ തയ്യാറാവുക. 5 പേരെ വിജയിപ്പിക്കണം എന്ന് വെച്ചിട്ട് അവരെ ലെഫ്റ്റും അതിന്റെ പവറിംഗ് ആണ് അതിന്റെ വീക്കിംഗ് ആണെന്നും ചിന്തിക്കരുത്. ഈ ബിസിനസ്സിൽ നിങ്ങളുടെ 2 സൈഡിലും ഈ ബിസിനസ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ടീമിനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളും ചെയ്യുക. ഇന്നത്തെ വരുമാനം നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും അടുത്ത അമ്മാവനെയും ഏറ്റവും അടുത്ത വരുമാനം കൊണ്ട് 2 വിങ്ങിനായിട്ട് അടിക്കരുത്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഒരുമിച്ചേ പ്ലേസ്മെന്റ് കൊടുക്കാവുള്ളൂ. ഇന്ന് കിട്ടുന്ന 2000 വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 1000 വേണ്ടിയിട്ടോ 500 വേണ്ടിയിട്ടോ അവരെ 2 വിങ്ങിൽ ഇട്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യരുത്. ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാർ ഒരുമിച്ച് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുക. ഒരേ റിലേറ്റീവ്സ്, ഒരേ കാറ്റഗറിയിൽ, ഒരേ ബിസിനസ് അനുഭവമുള്ള, ഒരേ രീതിയിൽ ഒരേ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും. അതൊക്കെ 2 വിങ്ങിനാക്കി ഇട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ ബുദ്ധിമുട്ടാകും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ട്രേഡ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഇതാണ്. ഈ ബിസിനസ് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ലീഡർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അംഗീകരിച്ച് പഠിക്കാനും മാറാനും നിങ്ങൾ തയ്യാറാവും. ലൈഫിൽ തീരുമാനം എടുത്ത ആൾക്കാർ എവിടെ എത്തിയിട്ടുള്ളൂ. ആ തീരുമാനം നമ്മൾ ഫിജിക്കാർഡ്.com ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഒരു 9 അക്ഷരങ്ങളുണ്ട് ഫിജിക്കാർഡ്. അത് ഫിജിക്കാർഡിലൂടെ നമുക്ക് വിജയിക്കാം. ആമസോണും ഫ്ലിപ്കാർട്ടും ഇന്നോളം കൊടുക്കാത്തൊരു കാര്യം നമുക്ക് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. നിങ്ങളുടെ പേരിൽ ഒരു രജിസ്ട്രേഡ് ID നിങ്ങൾ ഒരു എന്താ പറയുക കമ്പനിയുടെ പാർട്ണറായിട്ട് അംഗീകരിച്ചുകൊണ്ട് രജിസ്ട്രേഡ് സെല്ലർ എന്നുള്ള രീതിയിൽ, രജിസ്ട്രേഡ് റീസെല്ലർ എന്ന രീതിയിൽ എങ്ങനെ വേണം നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ നിങ്ങളെ കമ്പനിയുടെ ID എടുത്ത് നോക്കിയാൽ നിങ്ങൾ ID എൻ്റർ ചെയ്യുന്ന സമയത്ത് പാർട്ണർ സ്റ്റോർ എന്നാണ് കാണിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ് കാണുന്നത് എന്നുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി തന്നെയാണ് കമ്പനി അവിടെ ID എൻ്റർ ചെയ്യുന്നത്. രജിസ്ട്രേഡ് പാർട്ണർ ആയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കമ്പനി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് ആവശ്യമുള്ള ആളുകൾക്ക് ഏത് ലെവലിലേക്ക് എത്തണോ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനി സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അഫിലിയേറ്റ് പാർട്ണറായിട്ട് മാറി ഈ ബിസിനസ്സിൽ 1-2 വ്യക്തികളെ പരിചയപ്പെടുത്തി ആ വ്യക്തികളെ വിജയിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തിലൂടെ ബിസിനസ് പോണേ. ഞാൻ ആദ്യം പറഞ്ഞു ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നെങ്കിലും അതിൽ നിന്ന് ഒരു 5-6 ആളുകളെ ചൂസ് ചെയ്തു. അത് ആ 5-6 ആളുകളുടെ ഇന്ന് ഒരു 10,000 ആളുകളുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് സാധ്യമായത് ഫിജിക്കാർഡ്.com എന്നുള്ള കോൺസെപ്റ്റിന്റെ ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം മനസ്സിലായതുകൊണ്ടാണ്. ഞാൻ തന്നെ ഈ ബിസിനസ് സംസാരിച്ചു. ഒത്തിരി ആൾ ഇനിയും വേണമെങ്കിൽ പോയിട്ട് കുറെ ആൾക്കാർ നമുക്ക് ഉണ്ടാകാം. നമ്മൾ പറഞ്ഞാൽ ഓക്കെ വാ ചാടി വരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ. അപ്പൊ
ഒപ്പം വന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൂടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരണം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റങ്ങളിലൂടെ മാത്രമേ മനുഷ്യന്റെ മനസ്സ് മാറിയാൽ മാത്രമേ ഈ ബിസിനസ്സിന് പാകപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു കർഷകനാണ് നിങ്ങൾ വിചാരിക്കുക, കർഷകൻ നേരിട്ട് പോയിട്ട് എന്താ പറയാ ഈ പറഞ്ഞ ഒരു ചെടി കൊണ്ട് നടില്ല. ആളാദ്യം നിലമൊരുക്കും. ആ നിലമൊരുക്കിയിട്ട് അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതൊന്ന് തൈയായിട്ടങ്ങ് നട്ട് അത് വളർന്നു വരുന്നവരെ എന്തൊക്കെ വേണ്ട മാറ്റങ്ങൾ വേണോ അതൊക്കെ ചെയ്തു കൊടുത്ത് തടവൊഴുക്കി അടുത്ത വർഷങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു ഉപ്പും വളവും വെള്ളവും എന്തൊക്കെയാണോ വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടാണ് ഒരു എന്താ പറയാ ചെറിയ തൈ വലിയ മരമായിട്ട് മാറുന്നത്. ഫിജിക്കാ ഡോക്കുമെന്റ് ഇന്നും നിങ്ങൾ നട്ടിട്ടുള്ളത് തൈയാണ്. പക്ഷെ നാളെ വലിയ കായ്ഫലങ്ങൾ എടുക്കാൻ പറ്റുന്ന അവസരം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആ അവസരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാവുക. അപ്പൊ നെക്സോറയോടൊപ്പം ഫിജിക്കാ.com എന്നുള്ള കോൺസെപ്റ്റ് നമ്മളങ്ങ് ചെയ്ത് ഈ ഒരു ഓണം നമ്മളങ്ങ് ആഘോഷിക്കാൻ തീരുമാനിക്കുക. ഈ ഓണം കാലം നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന എന്താ പറയാ പല വർഷങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് മാത്രമായിട്ട് മാറരുത്. അടുത്ത വർഷമെങ്കിലും ഈ വർഷത്തെ ഓണം നമ്മൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അടുത്ത വർഷം നിങ്ങളുടെ ഓണം റിയലി ഹാപ്പി ആയിട്ട് മാറും. ഫിനാൻഷ്യൽ ഫ്രീഡത്തിനൊപ്പം ഫിനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കാണ് ഇന്നത്തെ ഈ ഒരു എന്താ പറയാ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു ഓണക്കാലം വിത്ത് ബോച്ച എന്നുള്ള പ്രോഗ്രാം, നെക്സോറ ഓണം എന്നുള്ള ആ പ്രോഗ്രാം. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ലൈഫിൽ തീരുമാനം എടുത്ത ആളുകളെ എവിടെ എത്തിയിട്ടുള്ളൂ. തിരുവായമ്പാരി തീരുമാനം എടുത്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തോന്നി എനിക്കൊരു പെട്രോൾ ബങ്ക് തുടങ്ങണം, അല്ലെങ്കിൽ പെട്രോൾ റിഫൈനറി തുടങ്ങണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. ഒരു തൊഴിലാളിയായിട്ട് ഒരു റിലയൻസ് ഒരു പേര് മാത്രമായിട്ടുള്ള കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ നടക്കുകയില്ല എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ അയാളുടെ മണ്ഡല സ്വപ്നങ്ങളാണ്, ആശയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വിജയിച്ച സമയത്ത് പല ആളുകൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ തൊഴിലാളികളായിട്ട് ചെല്ലുകയും അവിടെ പ്രവർത്തിക്കാനൊക്കെ തയ്യാറാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ട സ്വപ്നം എന്തായിരുന്നു, ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ് എന്താണ്, ആ എഫേർട്സ് ഒന്നും വെറുതെ ആയി പോയിട്ടില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് ബിസിനസ് കടക്കണിയിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് എങ്ങനെയും അടച്ചുപൂട്ടി പോകും എന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ട് വിജയിച്ച ആളാണ്. വിജയിക്കണം എന്നുള്ള ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള കാര്യം പല ആളുകൾക്കും സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ചിന്ത നേരെ പോയെന്ന് പറഞ്ഞു അന്ന് സെയിൽ കിട്ടിയില്ല പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നല്ല. ഇവിടുത്തെ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ബേസ് ചെയ്തേ കിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ 5 പ്രാവശ്യം പോയി കാണാണ്, 10 പ്രാവശ്യം വേണം, ചിലപ്പോൾ 15 പ്രാവശ്യം പോയി കാണാം. അവർക്കൊരു ശല്യമാവാത്ത രീതിയിൽ ഈ ബിസിനസ് പറഞ്ഞ് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. പോകുന്ന വഴിക്ക് ഇറങ്ങി നാട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ പോയി കയറുക. ഞാനൊക്കെ സെയിൽ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അല്ലാതെ നേരെ പോയിട്ട് ഞാൻ ഇതിനായിട്ട് വന്നതെന്നൊന്നും പറയില്ല. ഏതെങ്കിലും വഴിക്ക് പോയതാണ്, അപ്പൊ ആ വീട് വരെ പോയപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്, ഒന്നുകൂടെ കാണാൻ കൂടെ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ പിന്നെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കാം. പക്ഷെ ഇത് അനുകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരാൾ ചെയ്ത് വിജയിച്ച കാര്യം അനുകരിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാവുക. അതിലൊരു തെറ്റുമില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തി വിജയിച്ച കാര്യം പറയുമ്പോൾ ആ കാര്യം നിങ്ങൾ പരിഗണിക്കുക, നിങ്ങളത് മനസ്സിലാക്കുക. ആ വ്യക്തി ഇതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്ന സമയത്ത് അതൊന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പൊ മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഫിജിക്കാ.com മാറേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കമ്പനിയുടെ ഒരു സ്റ്റോർ ഓണറാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 ടൂത്ത് പേസ്റ്റ് എടുത്ത് വെക്കാനുള്ള ഫണ്ടൊന്നും ഉണ്ടാവില്ല. 1000 എണ്ണം എടുക്കാൻ തന്നെ പൈസയായി. 10,000 എണ്ണം എടുത്ത് വെക്കുന്ന അങ്ങനെ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഫിജിക്കാ.com സ്റ്റോക്കിൽ എടുക്കുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണോ അത്രത്തോളം സീരിയസ് ആയിരിക്കണം. ബോബി ചെമ്മണ്ണൂര് ഫിജിക്കാ.com ഒരാളെ വിളിക്കണേ, വാട്ടോ നീ വന്ന് ചെയ്യ്, ഞാൻ ഇങ്ങനെ കുറെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ പറയാം. അതൊരു അവസരമുണ്ട്, വേണേ ഒന്ന് ചെയ്തോന്ന് പറയുള്ളൂ. കാരണം എന്താ, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആരും റിക്വസ്റ്റ് ചെയ്ത് വിളിക്കാനൊന്നും പോയില്ല. വേണേ ഒന്ന് ചെയ്താൽ മതി, പക്ഷെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറയും. അതേപോലെ നിങ്ങളും പറയാൻ തയ്യാറാവുക. ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നിങ്ങളൊരു എഫേർട്ട് ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എഫേർട്ട് നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും. ലോക തത്വങ്ങളിൽ ഒന്നാണത്. നിങ്ങൾ ഒരു എഫേർട്ടും എവിടെയും വെറുതെ ആയി പോയിട്ടില്ല. അത് ഏത് നല്ല കാര്യത്തിലാണെങ്കിലും ചീത്ത കാര്യത്തിലാണെങ്കിലും ശരി, നല്ല കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ആ എഫേർട്ട് അതിന് പുറകെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അത് സ്മാർട്ടായിട്ടും കൂടെ ചെയ്യുക. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഇതിന് ഒപ്പം വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്മാർട്ടായിട്ടും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. സ്മാർട്ട് പ്ലസ് ഹാർഡ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ എന്ന് പറയുന്നത് സ്മാർട്ടായിട്ടും ഹാർഡായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ സ്മാർട്ട് വർക്കിലേക്കും ഹാർഡ് വർക്കിന്റെ ഇതൊക്കെ കുറഞ്ഞു വരും.
അപ്പൊ നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയ അവസരമാണ് pgcard.com. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും വിജയിപ്പിക്കാൻ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നമ്മളൊന്ന് കൂട്ടായിട്ട് നിൽക്കുക. എല്ലാവരെയും വിജയങ്ങളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹത്തിന് വേണ്ടി നെക്സോറയുടെ ഓണത്തിനൊപ്പം നമുക്ക് ഈ ഓണക്കാലം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ ലൈഫിൽ pgcard.com ഒരു മാറ്റമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ലിമിറ്റ് ജോൺ സെയിൽസ് മാനേജർ ഓഫ് pgcard.com സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ വാക്കുകളല്ലേ pgcard എന്ന ബിസിനസ് രക്തത്തിൽ അലിയിച്ച ഒരു ലീഡറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സമയം എത്ര പറഞ്ഞാലും നമ്മുടെ ഈ സംരംഭത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവസാനിക്കുന്നില്ല അല്ലെ. ഓരോ കഥകളും എല്ലാം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സാറിന് സമ്പന്നനാകണം എങ്ങനെയാണല്ലേ, നമ്മൾ എങ്ങനെ സമ്പന്നരാകാം, നമ്മൾ എങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്ത് നാളെ മുതൽ ഇന്നു മുതൽ നമ്മൾ എങ്ങനെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് സെയിൽ ഓപ്പണിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ലീഡറാണ് ലിനീഷ് സാറ്. സാറ് അത്രയ്ക്ക് അനുഭവത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. സാറിന് എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും സമയം ഇത്രയും എനർജറ്റിക് ആയിട്ടൊരു സെഷൻ നമുക്ക് തന്നതിന് സാറിന് താങ്ക് യു സാർ. ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം സാറിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്ന എപ്പോഴാണല്ലേ നമ്മളുടെ ജീവിതം